യുക്തിയേന്തി മനുഷ്യന്റെ ബുദ്ധിശക്തി കനിച്ചതിൽ ലഭിച്ചതില്ലാതില്ലൊന്നും ലോകവിജ്ഞാനരാശിയിൽ. ഇദാ റജഅൽ ഹകീമു ഇലാ ഹുജാഹു തഹാവന ബിൽ മദാഹിബി വസ്ദറാഹാ. സ്നേഹമുള്ള അധ്യക്ഷൻ, മറ്റ് ജബ്ബാർ മാഷ്, മറ്റെൻ്റെ സുഹൃത്തുക്കളെ, നവോത്ഥാനത്തിൻ്റെയും പുരോഗമനത്തിൻ്റെയും പേരിൽ രൂപം കൊണ്ട മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി അടുത്ത കാലങ്ങളിലായി, ഇപ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങി ഈ ആഴ്ചയിൽ തന്നെ 2-3 പരിപാടി മലപ്പുറം ജില്ലയിൽ ഈ ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് ഒത്തിരി പരിപാടികൾ നടത്തി. അതൊക്കെ യുക്തിവാദി സംഘത്തിൻ്റെ പരാജയങ്ങൾ, കേരളത്തിലെ യുക്തിവാദി സംഘടനയുടെ തകർച്ചയുടെ കണക്കെടുപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പല ഭാഗത്തും പരിപാടി. മതം, യുക്തി വിചാരം, ഇസ്ലാമും യുക്തിവാദവും, ഇങ്ങനെ തുടങ്ങി യുക്തിവാദികളോട് അല്ലെങ്കിൽ യുക്തിവാദത്തിൻ്റെ ബാനറിൽ പരിപാടി നടത്തിയപ്പോൾ ചില സുഹൃത്തുക്കൾ ആശങ്ക പ്രകടിപ്പിച്ചു. വാസ്തവത്തിൽ എനിക്ക് ആ പരിപാടികളോട് ബഹുമാനമാണ് തോന്നിയിട്ടുള്ളത്. ഞാനത് പറഞ്ഞവരോട് പറഞ്ഞത്, നമ്മളും അവരും ഒരേ നിലപാട്, ഒരേ ലക്ഷ്യമാണ് പിന്തുടരുന്നത്. അവർ നമ്മളെ ശത്രുക്കളല്ല, അവർ നമ്മുടെ സഹോദരന്മാരാണ്. കാരണം യുക്തിവാദികൾക്ക് ഇന്ന് ഇതുപോലെ അവർ നടത്തുന്നത് പോലുള്ള യുക്തിവാദത്തിൻ്റെ പേരിൽ ഇത്രയും കാശ് മുടക്കി പ്രചരണം ചെയ്യാൻ സാധ്യമല്ല. അപ്പം അവർ ചെയ്യുന്നത് മതത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാം മതം യുക്തിക്കന്യമല്ല, അതായത് ജനങ്ങളുടെ ചിന്താരീതി സയൻസിൻ്റെ ചിന്താരീതിയാക്കുക എന്നൊരു നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അതേ നിലപാട് തന്നെ നമുക്കുള്ളത്. അല്ലാതെ അവർക്കറിയാം, അപ്പം നിങ്ങൾ ഈ വിമർശിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾ ധരിക്കുന്നത് പോലെ യുക്തിവാദത്തിനെ ഇല്ലാണ്ടാക്കാനൊന്നല്ല അവർ പരിപാടി നടത്തുന്നത്. അവർക്കറിയാം, അവർ ഈ പരിപാടി യുക്തിവാദികളെ പേരിൽ പല പരിപാടി നടത്തിയിട്ട് യുക്തിവാദികളുടെ ഒരെണ്ണത്തിനും പോലും നമുക്ക് മാറ്റാൻ കഴിയില്ല. മറിച്ച് ഈ കൂടിയിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങളിൽ ഏതെങ്കിലും ഒരാൾ ഇസ്ലാം മതത്തിൽ നിന്ന് അങ്ങ് മാറി ഒരു സ്വതന്ത്ര ചിന്തകൻ, യുക്തിബോധമുള്ളവനാക്കുക എന്നാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അല്ല എന്ന് സങ്കല്പിക്കുക. യുക്തിവാദത്തിനെ തളർത്താനാണ് കേരളത്തിലെ യുക്തിവാദികളുടെ തകർച്ചയുടെ കണക്കെടുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ തകരാൻ പോകുന്നതിന് പിന്നെ എന്തിനാ അവർ ഇത്രയും സൈക്കിൾ എടുത്ത് പിന്നാലെ കൂടുന്നത്? തകരാൻ പോവല്ലേ, പിന്നെ എന്തിനാണ് നാലാഭാഗത്തും പരിപാടി വെക്കുന്നത്? ഇപ്പൊ തകരാൻ പോവല്ലേ. അപ്പൊ തകരല്ല, വളരാണ്, നമ്മളാണത് വളർത്തുന്നത് എന്ന് അവർ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ അവരുടെ ലക്ഷ്യം, അവര് സ്റ്റേജ് കെട്ടിയിട്ട് സംസാരിക്കുന്നത് മോഡേൺ സയൻസ് ആണ്. ആയത്തും ഹദീസും ഓതിയിട്ട് സംസാരിക്കുന്നത് മോഡേൺ സയൻസ് ആണ്. ആളുകളുടെ ചിന്തയെ, മനോഭാവത്തെ സയൻസിൻ്റെതാക്കുക എന്നതാണ്. ആ ഒരു ലക്ഷ്യം തന്നെയാണ് നമുക്കുള്ളത്. സയൻസിന്റെ ചിന്താരീതിയാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? യുക്തിയുക്തമായ അറിവുകൾ നാട്ടിലാകെ വ്യാപകമാകും. യുക്തിവിരുദ്ധമായ മത അന്ധവിശ്വാസങ്ങളും മതേതര അന്ധവിശ്വാസങ്ങളും ഇല്ലാണ്ടാകും. അതവരും നമ്മളുടെയും ലക്ഷ്യം ഒന്നാണ്. അവരുള്ളിൽ നിന്നുകൊണ്ട് മതത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മൾ മതത്തിൻ്റെ പുറത്തു നിന്നുകൊണ്ട് മതത്തെ നമ്മളും വിമർശിക്കുന്നു. പക്ഷെ നമ്മുടെ വിമർശനം യുക്തി കൊണ്ട് ഗണ്ണിക്കുക. നമ്മുടെ ആയുധം യുക്തിയാണ്. ആ ബോംബല്ല, വാളല്ല. ആരെയും വിമർശിക്കുന്നത് യുക്തി ഉപയോഗിച്ചുകൊണ്ടാണ്. യുക്തി അടിസ്ഥാനപ്പെടുത്തിയുള്ള അറിവ് മാത്രമാണ്
ലോകത്ത് നിലനിൽക്കാൻ പാടുള്ളൂ എന്ന ഒരു ധ്വനി അവരിലും നമ്മളിലുമുണ്ട്. അതുകൊണ്ട് അവരൊക്കെ നമ്മുടെ ആദർശം പ്രചരിപ്പിക്കുവാൻ, നമ്മുടെ സന്ദേശം ലോകത്തൊക്കെ വ്യാപിപ്പിക്കുവാൻ ഉള്ളൊരു സംഘടനയാണ്. നമ്മളതിൽ സന്തോഷിക്കേണ്ടതാണ്. സുന്നികളൊക്കെ നോക്കൂ, അവരാരെങ്കിലും യുക്തിവാദത്തിന്റെ പേരിൽ പരിപാടി നടത്തുന്നുണ്ടോ? അത് അവർ നസിയം മൻസിയ, അവർ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അവർ മറക്കുമ്പോൾ നമുക്ക് വളരാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അവരും കൂടി ഒരു മുന്നോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അവർ പരിപാടി നടത്തട്ടെ. നമ്മൾ അവിടെയും പോകുന്നു, അവിടെ വരുന്ന ആൾക്കാർ ഇവിടെയും വരുന്നു, എല്ലാം കേൾക്കുന്നു, ആളുകൾ വിലയിരുത്തുന്നു. എനിക്കിന്ന് തന്ന വിഷയം ഖുർആനും യുക്തിവാദവും യുക്തിയും എന്നതാണ്. ഇത് പറയുന്നതിൻ്റെ മുമ്പ് 2-3 പരിപാടി അവരുടേത് ഞാൻ ശ്രദ്ധിച്ചു. ഖുർആനിലെ ശാസ്ത്രീയ ദിവ്യാത്ഭുതം, ഇതാണ് അവർ ഒന്നാമതായി പ്രചരിപ്പിക്കുന്നത്. ഇന്നലെ തിരൂര് നടന്നൊരു പരിപാടി, ഖുർആനും ശാസ്ത്രവും. ഈ ശാസ്ത്രീയ ദിവ്യാത്ഭുതം എന്നത് ഇപ്പോൾ മെനഞ്ഞുണ്ടാക്കിയ ഒരു പദപ്രയോഗമാണ്. ഒരു കാലഘട്ടത്തിൽ സയൻസിനെ തള്ളിപ്പറയുകയും അവഹേളിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നവർ സയൻസ് മതത്തെ പൂർണ്ണമായും ഇല്ലാതാക്കും എന്നൊരവസ്ഥ വന്നപ്പോൾ സയൻസിനെയും മതത്തെയും കൂട്ടിക്കുഴച്ച്, അല്ലെങ്കിൽ മതത്തിൻ്റെ ഉള്ളിലേക്ക് സയൻസിനെ കുത്തിക്കയറ്റിക്കൊണ്ട് ശാസ്ത്രീയ ദിവ്യാത്ഭുതം എന്നൊരു തിയറി, ഒരു പഠന മേഖല ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ആ വാക്ക് നോക്കൂ, ശാസ്ത്രീയ ദിവ്യാത്ഭുതം എന്ന വാക്ക്. ആ വാക്ക് തന്നെ നമ്മളെ പരിഹസിക്കുന്നുണ്ട്. എന്താണത്? അത്ഭുതം എന്ന് പറഞ്ഞ് എന്തിനാ പറയാ? ഇഅ്ജാസുൽ ഇൽമി. ഇഅ്ജാസ് എന്ന് പറഞ്ഞാൽ അമാനുഷികത. അത് മനുഷ്യന്റെ ഭൗതിക നിഗമനങ്ങൾക്കപ്പുറത്തുള്ളതിനാണ് നമ്മൾ ഇഅ്ജാസ് എന്ന് പറയുക. സയൻസ് എന്ന് പറയുന്നത് ഭൗതികത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഗവേഷണവും നിരീക്ഷണവുമാണ്. ഇത് രണ്ടും കൂടി ഒന്നിച്ചു ചേരില്ല. സുരക്ഷിതമായ അപകട മേഖല എന്നാരും പറയാറില്ല. എന്നതുപോലെ ഒരിക്കലും യോജിക്കാൻ സാധ്യമല്ലാത്ത ഒരു വാക്കാണത്. ശാസ്ത്രീയ ദിവ്യാത്ഭുതം. ശാസ്ത്രം വേറെ, ശാസ്ത്രം എന്ന് വരുന്നിടത്ത്, സയൻസ് വരുന്നിടത്ത് അത്ഭുതത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. അത്ഭുതം അത് ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ മതത്തിൻ്റെ പ്രത്യേകതയാണ്. വഹ്യ് അതുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. അവർ ഉന്നയിച്ച രണ്ട് കാര്യങ്ങൾ ഞാൻ അത് സൂചിപ്പിച്ചുകൊണ്ട് യുക്തിയിലേക്ക് വരാം. എല്ലായിടത്തും ഓതുന്ന ആയത്ത് ഖുർആനിലെ എംബ്രിയോളജിയാണ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. സൂറത്തു ഇഖ്റ 92 അല്ല 2-ാമത്തെ വചനമാണത്. അലഖ് എന്നാണ് ആ സൂറത്തിന്റെ പേര്. ഖലഖൽ ഇൻസാന, മനുഷ്യനെ നാം സൃഷ്ടിച്ചു, മിൻ അലഖ്, അലക്കിൽ നിന്ന്. എന്താ ഈ അലക്ക്? പണ്ടൊക്കെ പറയല് രക്തക്കട്ട, മാംസപിണ്ഡം എന്നൊക്കെയാണ്. അത് മാറ്റി അലക്കിന് അട്ട എന്നൊരർത്ഥമുണ്ട്. അപ്പൊ ആ അർത്ഥം ഇവിടെ വെച്ചു. ഖലഖൽ ഇൻസാന മിൻ അലഖ്, അട്ടയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പൊ ഇറ്റൾ കുരങ്ങിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഒരു വിഷമമായി മാറും ഇത്. അട്ടയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ എന്താക്കി? ഖലഖൽ ഇൻസാന മിൻ അലകിൻ മിസ്ല അലക്, അട്ട പോലോത്ത രക്തക്കട്ടയിൽ നിന്ന് എന്നാക്കി. ഇല്ലാത്ത രണ്ട്, മിസ്ല അലക്, അട്ട പോലോത്ത രക്തക്കട്ട എന്നൊരു വാക്ക് അവിടെ ഇല്ല. ഒന്നിരിക്കെ രക്തക്കട്ടയിൽ നിന്ന് അല്ലെങ്കിൽ അട്ടയിൽ നിന്ന് എന്ന് പറയണം. അട്ട പോലോത്തൊരു രക്തക്കട്ട എന്ന് ഖുർആനിൽ ഇല്ലാത്ത മിസ്ല അലക് കൊണ്ടുവന്നിട്ടാണ്. എന്താ അങ്ങനെ പറയാൻ അവരെ നിർബന്ധിക്കുന്നത്? അണ്ടവും ബീജവും അല്ല ശുക്ലം, ഖുർആന്റെ ശൈലി പറയാം, ശുക്ലവും അണ്ടവും തമ്മിൽ ചേർന്ന് ഒരു 24 ദിവസമാകുമ്പോഴേക്ക് ഏകദേശം ഒരട്ട തൂങ്ങിക്കിടക്കുന്ന ഒരു ആകൃതിയിൽ ഒരു മാംസപിണ്ഡമാവും. അതിന് കിട്ടാൻ എന്താ, ഈ ഒരു സന്ദേശം കിട്ടാൻ എന്താ നല്ലത്?
അതിനിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഒന്നൊരിക്കൽ ഖുർആനിൽ ഇല്ലാത്ത പദങ്ങൾ കൂട്ടിച്ചേർത്ത് അല്ലെങ്കിൽ ഉള്ള അർത്ഥം മാറ്റി പറഞ്ഞിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മിസ്ല അലക് എന്നൊരു വാക്ക് ഖുർആനിലില്ല അവിടെ. അടുത്ത് ഇതുപോലെ തന്നെ സൂറത്ത് മുഅ്മിനൂനിൽ ഒരു ആയത്താണ്, സുമ്മ ഖലഖ്നൻ നുത്ഫത അലഖതൻ ഫഖലഖ്നൽ അലഖത മുദ്ഗ. ഈ മുദ്ഗ ഇവരെടുത്ത് ഉപയോഗിക്കലുണ്ട്. അതെന്താ? ചവച്ചരക്കപ്പെട്ട രക്തപിണ്ഡം എന്നൊക്കെ ഇപ്പം ഇവരർത്ഥം പറയുന്നത്. ഞാൻ ആ മുദ്ഗത്ത് മാത്രം എടുത്ത് സംസാരിക്കട്ടെ. മുദ്ഗ എന്ന് പറഞ്ഞാൽ ചവച്ചരക്കപ്പെട്ടത് എന്നൊരർത്ഥമേ ആ വാക്കിനില്ല. നമ്മളിതൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. ഇന്ന് ഇസ്ലാമിൻ്റെ കയ്യിൽ യൂണിവേഴ്സിറ്റികൾ, ഒരുപാട് അറബിക് കോളേജുകൾ, അറബി പണ്ഡിതന്മാർ, അറബി ഗവേഷണ സ്ഥാപനങ്ങൾ, ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾ ഇതെല്ലാം ഉള്ളതുകൊണ്ട് അവർക്ക് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. അവിടെ വന്നുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. തെറ്റുണ്ടെങ്കിൽ എന്നെ തിരുത്താലോ. മുദ്അ എന്ന് പറഞ്ഞതിന് ചവച്ചരക്കപ്പെട്ടത് എന്നൊരർത്ഥമില്ല. പിന്നെ മലഅ എന്നൊരു വാക്കിന് ചവക്കുക എന്നർത്ഥമുണ്ട്. മുളക്ക് ചവച്ചരക്കപ്പെട്ടെന്നല്ല, ചവക്കാൻ ഉപയോഗിക്കുന്ന ഒരു കഷ്ണം ഇറച്ചി അല്ലെങ്കിൽ ഒരു ഉരുള ചോറ് ചവക്കാൻ ഉപയോഗിക്കുന്നത്. ഇയാളുണ്ടോ? ചവക്കാൻ ഉപയോഗിക്കുക പാകത്തൊരു കഷ്ണത്തിനാണ്, ചെറിയൊരു പീസിനാണ്. നമ്മളിപ്പോൾ ഇറച്ചിയൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ മുറിക്കില്ലേ, അതിനാണ് മുളഅ എന്ന് പറയല്. അല്ലെങ്കിൽ ചവച്ചാൽ തന്നെ ഇറച്ചി വായിലിട്ടിട്ട് നമ്മളിപ്പോൾ നമ്മളെ കൊതുഹ്യത്തിന് 15 കിലോ ഇറച്ചി നിന്ന ടീമല്ലേ, ഇറച്ചി വായിലിട്ട് ചവച്ചാൽ അത് ഇത് മറ്റൊരു രൂപമായി മാറും. ചവച്ചു കഴിഞ്ഞാല് ഇവർ ചിത്രം കാണിക്കലുണ്ട്. ഖൈത്തൽമൂറിന്റെ ഒരു പുസ്തകമുണ്ട്, അതില് പല്ല് പതിച്ചൊരു ഇറച്ചി കഷ്ണ കാണല്. പല്ലിങ്ങനെ പതിഞ്ഞ ഇറച്ചി കഷ്ണത്തിപ്പോ ഇങ്ങനെ കടിച്ചുമ്പോഴേക്കൊന്നും പല്ല് പതിയില്ല, വല്ല മെഴുകുമെങ്കിലും കടിക്കേണ്ടി വരും. ആ ചിത്രങ്ങൾ എടുത്ത് നോക്കൂ, ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഇല്ലാത്ത അർത്ഥം ഉണ്ടെന്ന് വരുത്തി ഖുർആനിൽ എംബ്രിയോളജി ഉണ്ടെന്ന് പറയണമോ? നേരെ ചൊവ്വയെ പറഞ്ഞുകൂടായിരുന്നോ? ഇവിടെയാണ് അള്ളാഹ്ക്ക് യുക്തി നമ്മൾ പഠിപ്പിക്കേണ്ടി വരികയാണ്. ഇസ്ലാം മതം അള്ളാഹുവിന്റെ മതമാണെങ്കിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹ് സംരക്ഷിച്ചോളാം, നിങ്ങൾ ബേജാറാകണ്ടെന്ന്. അള്ളാഹിന്റെ മതം അള്ളാഹ് സംരക്ഷിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇല്ലാത്ത അർത്ഥം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബേജാറാകണ്? അള്ളാഹ് സംരക്ഷിക്കും എങ്കിൽ അള്ളാഹിന്റെ മതമാണെങ്കിൽ അള്ളാഹ് സംരക്ഷിക്കട്ടെ. ഞാൻ ഏതായാലും ഇതിൽ നിന്ന് പോവുകയാണ്. ഖുർആനും ശാസ്ത്രവും ഇതാണ് സംഭവം. ഖുർആനും യുക്തിയും എനിക്ക് തന്ന വിഷയം അതാണ്. ഞാൻ എന്തിനാ ഇങ്ങനെ ഇതിനു മുമ്പൊരു സയൻസ് വിഷയം പറഞ്ഞത്? സയൻസ് മതത്തെ ഇല്ലാതാക്കും എന്നൊരവസ്ഥ വന്നപ്പോൾ സയൻസിനെ കൂട്ടുപിടിച്ച് സയൻസിനെ തന്നെ മതമാക്കി വൽക്കരിച്ച് പറയുന്നു. അതുകൊണ്ടുണ്ടായ നമുക്കുണ്ടായ പ്രയാസം, ജനങ്ങൾ സയൻസ് പഠിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞു നിർത്തുന്നു. അതുകൊണ്ടാണ് നമ്മളിതെടുത്ത് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സഹജീവികൾ പുരോഗതിക്ക് തടസ്സം നിർത്തുന്നത് കൊണ്ടാണ് നമ്മൾ അവരെ വിമർശിച്ചത്. കുറെ കാലം ഇസ്ലാം യുക്തിക്ക് അന്യമായ മതമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് യുക്തി കൊണ്ട് തെളിയിക്കാനോ നിരീക്ഷണം ചെയ്യാനോ പറ്റുന്നതല്ല. അത് ബിൽ വഹ്, അത് വഹീന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. മിനല്ലാഹി തബ്ലീഗ് അലാ റസൂലിൽ ബലാഗ്, നമ്മളെ അലൈന തസ്ലീം, അള്ളാഹുവിന്റെ സന്ദേശം മുഹമ്മദ് നബിയിലൂടെ നമുക്ക് കിട്ടിയപ്പോൾ നമുക്ക് അനുസരിക്കാം. നമ്മുടെ യുക്തി ഒന്നും അവിടെ ഉപയോഗിച്ചുകൂടാ. ഈ ഒരു സന്ദേശമായിരുന്നു ഒരു കാലഘട്ടം വരെ മുസ്ലിങ്ങൾ സ്വീകരിച്ചിരുന്ന നിലപാട്. അത് മാറി ഇന്ന് സമകാലിക ലോകത്തിലൊക്കെ യുക്തി ചർച്ചയാണ്. യുക്തിവാദം എന്ന് പറയുന്നത് സയൻസിന്റെ തന്നെ മറ്റൊരു വാക്കാണ്. സയൻസ് എന്തോ അതന്നെയാണ് യുക്തി, യുക്തി എന്തോ അതന്നെയാണ് സയൻസ്. അത് ഇങ്ങനെ സർവാത്രികമായി എല്ലാവരും അംഗീകരിക്കുന്നൊരു നിലപാട് വന്നപ്പോൾ ഇപ്പൊ നാട് നീള പ്രഭാഷണങ്ങൾ, യുക്തിയും ഇസ്ലാമും. യുക്തിക്ക് അന്യമല്ല ഇസ്ലാം, അള്ളാഹുവിന്റെ ഇഷ്ടദാനമാണ് യുക്തി എന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. അവർ ഉന്നയിച്ച ആയത്തുകൾ മാത്രമാണ് നമ്മൾ അവലോകനം ചെയ്യുന്നത്. ഇതാ, ഇന്ന ശർറ ദവാബി ഇൻദല്ലാഹി സുമ്മുൽ ബുക്കുമുൽ ലദീന ലാ യഅകിലൂൻ. അവർ ഉന്നയിച്ച ആയത്തുകളാണ്.
മൃഗങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ, ബുദ്ധി ഉപയോഗിക്കാത്തവർ, അതായത് അന്ധരും ബധിരരുമാണവർ. സുമ്മുൽ ബുക്കും, അവർക്ക് സംസാരിക്കാൻ കഴിയില്ല, ചെവി പൊട്ടന്മാരാണ് അവർ, ഒന്നിനും കഴിയില്ല. ലാ യാക്കിലൂൻ, ബുദ്ധി ഉപയോഗിക്കാത്തവർ. ഇവരർത്ഥം പറയുക എങ്ങനെ അറിയോ? ബുദ്ധി പ്രയോഗിക്കാത്തവർ, ബുദ്ധി ഉപയോഗിക്കാത്തവർ മൃഗങ്ങളെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. പക്ഷെ ഖുർആനിൽ അങ്ങനെയൊന്നല്ല. ഇന്ന ശർറ ദവാബി ഇൻദല്ലാഹ്, അള്ളാന്റെ അടുക്കൽ മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും ഷർറായ ആള്, ഏറ്റവും മോശപ്പെട്ട ആള് സുമ്മുൽ ബുക്കുമുൽ ലദീന ലാ യാക്കിലൂൻ, അക്കിലു ഇല്ലാത്ത, അക്കിൽ ഉപയോഗിക്കാത്ത അന്ധരും ബധിരരും മൂഖരുമാണ്. ശരി, ഖുർആനിൽ ഇവിടെ ലാ യാക്കിലൂൻ എന്ന് പറഞ്ഞാൽ തഫക്കറൂൻ, അല്ല അക്കിലു ഉപയോഗിക്കാത്തവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആയിക്കോട്ടെ, ഇവർ പറഞ്ഞ അർത്ഥം തന്നെ സ്വീകരിക്കുന്നു. ഒരു സ്ഥലത്ത് ഐൻസ്റ്റീൻ്റെ ചിത്രമാണ്. അയാൾ ഖുർആൻ ഉപയോഗിച്ചിട്ടൊന്നല്ല ഐൻസ്റ്റീൻ ഇങ്ങനെ വളർന്നു വലുതായതും ഇത് കണ്ടെത്തിയതൊക്കെ. ഖുർആൻ ഉപയോഗിച്ച ഒരു പണ്ഡിതനാണ് അദ്ദേഹം. സൗദി അറേബ്യയിലെ ഒരു മുഫ്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഫത്വകൾ ഇന്ന് വളരെ സുലഭമായി ഇവിടെ വാങ്ങാൻ കിട്ടും. ഖുർആനിൽ എന്താണോ അള്ള ഭൂമിയെ കുറിച്ച് പറഞ്ഞപ്പോ ചളിവെള്ളത്തിൽ സൂര്യൻ അസ്തമിക്കുന്നു പറഞ്ഞ അങ്ങനെ അസ്ലംന, അതങ്ങ് പറഞ്ഞേക്കുക, വിശ്വസിച്ചേക്കുക. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ചോദിക്കരുത്, അതങ്ങോട്ട് വിശ്വസിച്ചേക്കണം എന്ന് പറയുന്ന ആളാണ് ആക്കിൽ. അദ്ദേഹമാണ് ഉലുൽ അൽബാബ്, അദ്ദേഹമാണ് ബുദ്ധി ഉപയോഗിച്ച ആൾ, അദ്ദേഹമാണ്. ഐൻസ്റ്റീൻ പാവം പൊട്ടൻ, ഖുർആനും പഠിച്ചില്ല, ഖുർആനിന് കണ്ടെത്തിയിട്ടില്ല. ഇസ്ലാം ചിന്തയുടെ മതമാണെങ്കിൽ ബുദ്ധി ഉപയോഗിക്കാത്തവരെ കുറിച്ച് അന്ധരെന്നോ ബധിരെന്നോ വിളിക്കാൻ പാടുണ്ടോ? അല്ലെങ്കിൽ മൃഗങ്ങൾ എന്ന് വിളിക്കാൻ പാടുണ്ടോ? ചിന്തയുടെ മതത്തിന് അത് ഭൂഷണമാണോ? ഈ ഒരു ഇവർ ഓതിയ ആയത്തല്ല, നമ്മൾ അഡീഷണൽ ഫിറ്റ് ചെയ്ത ആയത്താ. സൂറത്തു ഹജ്ജ് 46-ാമത്തെ ഒരായത്താണത്. അഫലം യസീറു ഫിൽ അർളി ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ ഔ ആദാനു യസ്മഊന ബിഹാ ഫഇന്നഹാ ലാ തഅമൽ അബ്സ്വാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫിസ് സുദൂർ. സൂറത്തു ഹജ്ജ് 46. ഇവിടെ എന്താ പറയുന്നത്? നമ്മളിപ്പോൾ ഇസ്ലാം ബുദ്ധിയുടെ മതമാണ്, അള്ളാഹു ഇഷ്ടദാനമായിട്ട് തന്നതാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് അക്കല്, ബുദ്ധി എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കാൻ പറഞ്ഞു. ഉപയോഗിച്ച ആള് മുഫ്തിയായി, ഉപയോഗിക്കാത്ത ഐൻസ്റ്റീൻ പൊട്ടനുമായി. നമ്മൾ കണ്ടു. എന്താണ് ചിന്ത? ഏതാണ് ചിന്തയുടെ ഉത്ഭവം? ബുദ്ധിയുടെ ഉത്ഭവം ഏത് ബുദ്ധി കൊണ്ടാ ചിന്തിക്കേണ്ടത്? ഖുർആൻ പറയുന്നത് ഇതാണ്. അഫലം യസീറു ഫിൽ അർളി ഫതകൂന ലഹും ഖുലൂബുൻ യഅഖിലൂന ബിഹാ. ഹൃദയം നൽകുന്ന ബുദ്ധി, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന ബുദ്ധി. ആ ഹൃദയം ഉണ്ടോ? വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫിസ് സുദൂർ. ഹൃദയത്തിൽ, നെഞ്ചിൻ്റെ ഉള്ളിലുള്ള ഹൃദയത്തിന് അന്ധത ബാധിച്ച നിങ്ങൾക്ക് സത്യം കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ ചിന്തിക്കേണ്ടത് മസ്തിഷ്കം കൊണ്ടല്ല, പിന്നെ ഈ രക്തം പമ്പ് ചെയ്യുന്ന ഈ സാധനം കൊണ്ടാണ് ചിന്തിക്കേണ്ടത്. എന്നിട്ട് മസ്തിഷ്കത്തിന്റെ ഉള്ളിൽ കൊണ്ടിട്ട് ഹൃദയം വെക്കുകയാണ്. കാരണം അവർക്ക് ചിന്തിക്കേണ്ട, ഏതായാലും ചിന്തിക്കാൻ ഹൃദയമല്ലല്ലോ. ഹൃദയം കൊണ്ട് ചിന്തിച്ചാൽ കാര്യം നടക്കില്ല. പിന്നെ എന്തുകൊണ്ട് ചിന്തിക്കണം? മസ്തിഷ്കം കൊണ്ട്. അപ്പൊ ഹൃദയം കൊണ്ട്, ചിന്ത കൊണ്ടിട്ട് ഇവിടെ ഫിറ്റ് ചെയ്യുകയാണ്. ഓരോന്ന് ആയത്ത് നോക്കൂ. അവലം യൻദുറൂ ഫീ മലകൂത്തിസ് സമാവാതി വൽ അർദ് വമാ ഖലഖല്ലാഹു മിൻ ഷൈഇൻ വഅൻ അസാ അൻ യകൂൻ ഖദ് ഇഖ്തറബ അജലുഹും ഫബിഅയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ. ഈ അഫലം യൻദുറൂ, നിങ്ങൾ നോക്കുന്നില്ലേ? ഇതിന്റെ നേരെ മുമ്പുള്ള ആയത്ത് അവലം യതഫക്കറു, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ആ ചിന്തക്ക് എന്തുകൊണ്ടാ? മസ്തിഷ്കം കൊണ്ടല്ല, പിന്നെ കൽബ് കൊണ്ടാണ്. ഇതാണ് അതിന്റെ പ്രത്യേകത. ഇപ്പൊ ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ആ ചിന്ത ഇതുകൊണ്ടാണ്. ഞാൻ ചിന്തയുടെ രൂപം ഞാൻ പറയുന്നുണ്ട്. എന്താണ് ഖുർആനിലെ ചിന്തയും അല്ലാത്ത ചിന്തയും നമ്മൾ ഫർക്ക് ഞാൻ പിന്നീട് പറയും. അതിൻ്റെ മുമ്പ് ഇവർ ഉന്നയിച്ച 1-2 കാര്യങ്ങളാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അത് അറബി ഭാഷയിൽ
അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥമാണ്. അതിൽ വള്ളിക്ക് പുള്ളിക്കൊരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. ഖിയാമത്ത് നാൾ വരെ അള്ളാഹു സംരക്ഷിക്കും എന്ന് ഉറപ്പുകൊടുത്ത ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അങ്ങനെയൊന്നും സംരക്ഷിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞ അറബി സാഹിത്യ മൂല്യം അതിലില്ല. അറബി ഭാഷാഘടനയിലെ വ്യത്യാസം, അറബി വ്യാകരണ തെറ്റുകൾ, ഭാഷാഘടനയിലുള്ള വ്യത്യാസം, ഇങ്ങനെ 100-ൽ പരം ഖുർആനിലുള്ള തെറ്റുകൾ ക്രോഡീകരിച്ച് നമ്മൾ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് മറുപടി എന്നോണം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് നമ്മൾ ഉന്നയിച്ച 1-2 കാര്യങ്ങൾ, ഒരുപാട് അബദ്ധം പറഞ്ഞപ്പോൾ 1-2 കാര്യങ്ങൾ അവരെടുത്തിട്ട് മറുപടി പറഞ്ഞതാണ്. ആ മറുപടിയും നമ്മളിതിൽ കൊടുക്കുന്നു. അവർ പറഞ്ഞ അതേ ആശയം കൊടുക്കുന്നു. നമ്മൾ പുതുതായിട്ടൊന്നും പറയുന്നില്ല. 1, വികലമായ പദരൂപം. ഖുർആനിൽ പറഞ്ഞ ഒരു വികലമായ ഒരു പദരൂപമാണ്. മുഹമ്മദ് നബിക്ക് രണ്ടാമതിറങ്ങിയ ഒരു വാക്കാണ് യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ. 1:73, 1:74 സൂറത്തിന്റെ തുടക്കത്തിലുള്ള ആയത്താണ്. മുഹമ്മദ് നബിക്ക് പേടിച്ചിട്ട് ഇഖ്റ ബിസ്മിയൊക്കെ ഓതിയൊക്കെ വന്നതായ കഥ ഞാൻ പറയുന്നില്ല. അങ്ങനെ പേടിച്ച് പറിച്ചപ്പോൾ പുതപ്പ് കൂടി കടന്നപ്പോൾ പറഞ്ഞാണല്ലോ, ഹേ വസ്ത്രം കൊണ്ട് മൂടിയവനെ. ഞാൻ അതിൻ്റെ അങ്ങനെ ഒരാളെ വിളിക്കാൻ പറ്റുമോ എന്നുള്ളത് പിന്നെ ചർച്ച ചെയ്യാം. ഇങ്ങനെ പടച്ചോൻ വന്നിട്ട് ഒരാളെങ്ങനെ പുതപ്പ് മൂടിയവനെ അല്ലെ തുണി വെച്ച് പുതച്ചവനെ എന്നൊന്നും അള്ള വിളിക്കോ ഇല്ലെന്ന് മറ്റൊരു ചർച്ച, അത് നമുക്ക് പിന്നെ പറയാം. ഞാനിതിൻ്റെ പദാരൂപമാണ് പറഞ്ഞത്. മുസമ്മിൽ അങ്ങനെ അറബി ഖുർആനിലല്ലാത്തൊരു അങ്ങനെ വേറെ എവിടെയും അതില്ല. എന്താ കാരണം? ചില വ്യാഖ്യാതാക്കൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മുതസമ്മിൽ എന്നാ ഓതുക. കാരണം തെറ്റാന്ന് ഓർക്കറിയാം. യാ അയ്യുഹൽ മുതസമ്മിൽ എന്ന് ക്ലിയർ ആയിട്ട് ഓതും. യാ അയ്യുഹൽ മുതദസ്സിർ തഫഅല തദസ്സറ എന്ന ക്രിയയാണ് ശരിയായ രൂപം. അല്ലെങ്കിൽ ദസറ അല്ലെങ്കിൽ ജമല എന്ന ഈ 3 അക്ഷരം കൊണ്ട് ഇഫഅല ബാബ് ഉണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ക്രിയ കൊണ്ടുവരാൻ, അങ്ങനെ ഒരു ക്രിയയോ അല്ലെങ്കിൽ ഒരു നാമമോ കൊണ്ടുവരാൻ കഴിയില്ല. മുതസമ്മിൽ അല്ലെങ്കിൽ മുതദസ്സിർ എന്ന് തന്നെ പറയണം. ഈ ഒരു തെറ്റായ പ്രയോഗം ഖുർആനിലേ ഉള്ളൂ. അതിനൊരു ന്യായീകരണം ഷെയ്ഖ് മുഹമ്മദ് പറയണത് എന്താ അറിയോ? അതൊക്കെ ശരിയാ, പക്ഷെ മുൻജിദിൽ ഇങ്ങനെ ഉണ്ട് എന്നാ. എങ്ങനെ? നിങ്ങൾ തെറ്റായ പ്രയോഗം മുസമ്മിൽ മുദ്ദസ്സിർ എന്ന് ഒരു വലിയൊരു ഡിക്ഷണറിയാണ് മുൻജിദിൽ ഇത് കൊടുത്തിട്ടുണ്ട് എന്നുള്ള. അബു ലൂയി മൽഫൂത്തിന്റെ ഒരു പാതിരിയാണ് ആ മുൻജിദ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ക്രിസ്ത്യാനിയാണ് ആ ഡിക്ഷണറി ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ഡിക്ഷണറി എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഞാനത് വിശദീകരിക്കണം. നിങ്ങൾക്ക് അറിയാലോ, ഇപ്പം നമ്മളെ നാട്ടിൽ നിലമ്പൂർ മേഖലയിൽ അടിപൊളി ഒരാളെ കണ്ട ചെത്തിയിട്ടുണ്ടല്ലോ എന്ന് പറയലുണ്ട്. ചെത്തിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മറ്റേ എന്താ പറയുക, മദ്യം ചെത്താൻ പോകുന്ന മറ്റേ ചെത്തുന്നതിനെ പറ്റിയിട്ടാണ് അല്ലല്ലോ പറയാ. നന്നായിട്ട് ലുക്കായിട്ടുണ്ട് എന്നിനാണ് ചെത്തിയിട്ടുണ്ട് എന്ന് പറയാം. ഇന്നൊരാൾ ഇവിടെ നിലമ്പൂർ മേഖലയിൽ ഒരാൾ ഡിക്ഷണറി എഴുതുമ്പോൾ ചെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ നന്നായിട്ട് ഫാഷനായിട്ട് ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അയാൾ അർത്ഥം കൊടുക്കുക. ഡിക്ഷണറി രൂപീകരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ ഒരു സാഹചര്യത്തിൽ എന്തെല്ലാം അർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുവോ അതെല്ലാം ക്രോഡീകരിക്കും. അത് തെറ്റും ശരിയും ക്രോഡീകരിക്കും. ഡിക്ഷണറി ഉള്ളതുകൊണ്ട് ശരിയായിക്കൊള്ളുന്നില്ല. ഇപ്പോ ആത്മസംസ്കരണം, ആത്മാഭിമാനം, ആത്മാവൊന്നുമില്ലല്ലോ, പിന്നെ ആത്മാഭിമാനം എന്ന് പറഞ്ഞ എന്തിനാ? ഡിക്ഷണറിലൊക്കെ ആത്മാഭിമാനം എന്നുള്ള വാക്കുണ്ടാവും. ഹൃദയപൂർവം, ഹൃദയം കൊണ്ടാണോ ആരെങ്കിലും ചിന്തിക്കുന്നത്? എന്നാലും ഹൃദയപൂർവം എന്നൊക്കെ പറയും. അപ്പൊ ഇല്ലെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു സാഹചര്യത്തിൽ ഒരു പ്രദേശത്ത് എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നോ അതെല്ലാം ഡിക്ഷണറിയിൽ കൊടുക്കും. ഡിക്ഷണറി കൊടുത്ത് ന്യായം ഒരു മുഫസ്സിറോ ഖുർആൻ വ്യാഖ്യാനിക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നെങ്കിൽ അള്ളാഹിൻ്റെ റസൂല് കഴിഞ്ഞാൽ പിന്നെ സ്വഹാബാക്കൾ, അത് കഴിഞ്ഞാൽ താബിയുകൾ, അത് കഴിഞ്ഞാൽ പിന്നെ മുഫസ്സിറുകളോ ഏതെങ്കിലും ഭാഷാ പണ്ഡിതന്മാരോ ആരെങ്കിലും ഒരാൾ പറഞ്ഞ് മുസ്ലിം പണ്ഡിതന്മാർ പറയാൻ കിട്ടാത്തതുകൊണ്ടാണോ ഒരു ജൂതനുണ്ടാക്കിയ ഒരു പാതിരുണ്ടാക്കിയ ഡിക്ഷണറിമ പോയിട്ട് പിടിക്കേണ്ടി വന്നത്? വല്ലാത്തൊരു ഗതികേട്. ഏതായാലും ഇതിൻ്റെ പദപ്രയോഗം തെറ്റാണ്. കാരണം ഗ്രാമർ ഒന്നും ഇങ്ങനെ പ്രസംഗിക്കാൻ പറ്റൂല. അത് ബോർഡിൽ എഴുതി കാണിക്കേണ്ട. ഏതാണ് അങ്ങനെതാ ദസറ
ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ തെറ്റ ഖുർആനിൽ വന്ന രൂപമാണ് ഞാൻ ആ കാണിച്ചിട്ടുള്ളത്. ദസറ ഒക്കെ ഇവിടെ ദസറ വന്നപ്പോൾ മുത്തസമ്മിൽ മുത്തദസ്സിർ, അവിടെ മുസമ്മിൽ മുദ്ദസ്സിർ. ഖുർആനിൽ മാത്രമേ പ്രയോഗമുള്ളൂ. ഖുർആനിൽ വന്നാൽ പിന്നെ അതന്നെ ശരി. ഖുർആൻ അള്ളാഹുവിൻ്റെ എന്താ തെളിവ്? അള്ളാഹുവിനെ സാക്ഷിയാണ്. ശഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. അള്ളാഹ് ഉണ്ട് എന്നുള്ള എന്താ തെളിവ്? അള്ളാഹുവിനെ സാക്ഷിയാണ്. ഖുർആനിലൊക്കെ ശരിയാണ്. എന്താ തെളിവ്? അള്ളാഹ് അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ. തെളിവ് പുറത്തൊന്നല്ല, ഒക്കെ തന്നെ. അടുത്ത് അർത്ഥവ്യത്യാസം വരുത്തുന്ന ഭാഷാഘടന. ഞാൻ ഒരുപാട് തെറ്റുകളുള്ളത് കൊണ്ട് ഓരോന്ന് മറ്റത് തെറ്റായ പദപ്രയോഗമായിരുന്നു. ഇത് അർത്ഥവ്യത്യാസം വരുത്തുന്ന ഭാഷാഘടന. നോക്കൂ, വലാ തുക്രിഹു ഫതയാതികും അലൽ ബിഗാഇ ഇൻ അറദിന തഹസ്സുനൻ ലിതബ്തഗു അർളൽ ഹയാത്തി ദുനിയ വമൻ യുക്രിഹുഹുന്ന ഫഇന്നല്ലാഹ മിൻ ബഅദി ഇക്റാഹിഹിന്ന ഗഫൂറുർ റഹീം. ഇവിടെ അല്ലാഹു ഇമാം ബൈളാവി ഈ ആയ സബബുൻ നുസൂൽ പറയുന്നുണ്ട്, പല മുഫസ്സിറുകളും പറയുന്നുണ്ട്. അടിമകൾ, ഇതാ കണ്ടില്ലേ, ഒരു അടിമയുടെ ചിത്രം കണ്ടില്ലേ? അടിമകളെ അറബികൾ വേശ്യാവൃത്തിക്ക് ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് കഞ്ഞി വാങ്ങി കഴിക്കാറുണ്ടായിരുന്നു. അന്ന് അവരുടെ കയ്യിൽ ഒരു സ്വഹാബിക്ക് 6 അടിമ ഉണ്ടായിരുന്നു. ആ 6 അടിമയും അയാൾ മാംസ കച്ചവടത്തിന് വിടുന്നു. കിട്ടുന്ന വരുമാനം അത് അയാളുടെ വരുമാനമാണ്. അതിൽപ്പെട്ട ഒരു സ്ത്രീ നബിനോട് പരാതി പറയാണ്, നബിയെ, ഞങ്ങൾക്കിങ്ങനെ വേശ്യാവൃത്തിക്ക് താല്പര്യമില്ല, ഞങ്ങളെ നിർബന്ധിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം? അതാ വഹി വരികയാണ്. വഹിയിൽ പറയുന്ന സന്ദേശം, വലാ തുക്രിഹു ഫതയാതികും അലൽ ബിഗാഇ ഇൻ അറദിന തഹസ്സുനൻ. അവര് പതിവ്രതകളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വെപ്പാട്ടികളെ, നിങ്ങളുടെ അടിമകളെ നിർബന്ധിക്കരുത്. അവിടെ ഒരു പദപ്രയോഗം നോക്കൂ, ഇൻ അറദിന തഹസ്സുനൻ. അവർക്ക് പതിവ്രതകളായിട്ട് ജീവിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിർബന്ധിക്കേണ്ട, അല്ലെങ്കിലോ മഫ്ഹൂം മുഖാലബ, അവർ അങ്ങനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഒരു അടിമ എന്ന് പറയുന്ന സാധനം ആഗ്രഹിക്കുന്ന മറ്റൊരു സാധനമാണ്. ഒരു യജമാനന്റെ കീഴിൽ ജീവിക്കുമ്പോൾ യജമാനൻ പറഞ്ഞതനുസരിക്കുക എന്നുള്ളതാണ്. അവിടെ എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് എന്തുണ്ടാകും? ഒരു സ്ത്രീ എനിക്കതിന് താല്പര്യമില്ല എന്ന് കരുതിയാൽ ഓളെ നിർബന്ധിക്കണ്ട എന്ന് പറയുമ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിർബന്ധിച്ചോ എന്നൊരു ധ്വനി അവിടെ വരുന്നു. കഴിഞ്ഞിട്ടില്ല. ഇൻ അറദിന ലിതബ്തഗു അർളൽ ഹയാത്തി ദുനിയ വമൻ യുക്രിഹുഹുന്ന ഫഇന്നല്ലാഹ മിൻ ബഅദി ഇക്റാഹിഹിന്ന. ഇനി അഥവാ ഒരു പെണ്ണിന് നല്ല പെണ്ണായിട്ട് നിൽക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ എന്നിട്ടും അയാൾ നിർബന്ധിച്ചു, അങ്ങനെ വ്യഭിചരിപ്പിച്ചു ലാഭമുണ്ടാക്കുന്നു എങ്കിൽ അതിന് അള്ളാഹ് പുറത്തു കൊടുക്കും. എന്ത്? ഒരു പെണ്ണിനെ അങ്ങനെ ഇയാൾ നിർബന്ധിച്ചിട്ട് അങ്ങോട്ട് ആ വേണ്ടാവൃത്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അള്ളാഹ് പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞാൽ പിന്നെ ഇതെന്ത് നിരോധമാണ് ഇവിടെ ഉള്ളത്? അള്ളാഹ് തന്നെ ഇവിടെ എന്താണ് നിരോധിച്ചത് നിങ്ങൾ പറയും? അപ്പൊ അന്ന് മുഹമ്മദിന്റെ അടുത്തും വെപ്പാട്ടി സ്ത്രീകളുണ്ട്. അതുകൊണ്ട് നിയമം പറയുമ്പോൾ ശ്രദ്ധിച്ചു വേണം പറയാൻ. അതുമാണ് അതിൻ്റെ ഒരു കാരണം. ഏതായാലും ഈ വാക്കുകൊണ്ട് അടിമകളെ വേശ്യാവൃത്തിക്ക് ഉപയോഗിച്ചു കൊണ്ടിരുന്ന ആ പരിപാടി റദ്ദ് ചെയ്യാൻ, മൻഅ ചെയ്യാൻ, വിലക്കാൻ ഈ ആയത്ത് പര്യാപ്തമല്ല. അള്ളാഹ് ഉപയോഗിച്ചോടത്ത് എന്തോ ഒരു പ്രയാസം. ഓക്കെ, നിങ്ങൾ ചെന്ന് വായിച്ചു നോക്കൂ. ഇതൊന്നും ഞങ്ങളാരും പറഞ്ഞല്ല. സുഹൃത്ത് ഇപ്പം ഇതിൻ്റെ ഒക്കെ പരിഭാഷ, അമാനി മൗലവിൻ്റെ പരിഭാഷ, സലാം സുല്ലമിൻ്റെ പരിഭാഷ, ധാരാളം പരിഭാഷകളുണ്ട്. നമ്മൾ ഇല്ലാത്ത അർത്ഥം ഇവിടെ കൊണ്ടൊന്നും പറയുന്നൊന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു പോയി വായിച്ചോളൂ. ആവശ്യമില്ലാത്ത പദപ്രയോഗം അറബി വ്യാകരണമായതുകൊണ്ട് പരമാവധി ലളിതമാക്കുന്നു. ഇവിടെ ഫമല്ലം യജിദ് ഫസിയാമു സലാസതു അയ്യാമിൻ ഫിൽ ഹജ്ജ് വസബ്അത്തിൻ ഇദാ റജഅതും തിൽക അശറ. ഇവിടെ
അല്ല, ഞാൻ ഒന്ന് പറയട്ടെ. 7 3 കൂട്ടിയാൽ എത്രേ? എന്താ അവിടെ കാണിച്ചു? 7 3 കൂട്ടിയാൽ എത്രേ? 10. അള്ളാഹ് പറയണ എന്താ അറിയോ? അശറത്തുൻ കാമില. പിന്നെ 7 3 കൂട്ടിയ പൂർണ്ണമായ 10. 7 3 കൂട്ടിയ വേറെ എപ്പോഴെങ്കിലും ഒരു സാഹചര്യത്തിൽ പൂർണ്ണമല്ലാത്ത 10 വരുന്നുണ്ടോ? 7 3 കൂട്ടിയ 10 തന്നെയല്ലേ? അവിടെ അശറത്തുൻ കാമില എന്നൊക്കെ പറയണോ? ഇങ്ങനെ ആവശ്യമില്ലാത്ത പദങ്ങൾ. ഞാൻ നമുക്കൊന്നും നീട്ടി പോകുന്നില്ല. നാമത്തെ ബഹുവചനമാക്കൽ. നോക്കൂ, സലാമുൻ അലാ ഇല്യാസീൻ വത്തൂരി സീനീൻ. നിങ്ങളൊക്കെ കേട്ടില്ലല്ലേ? ഒരാൾ ഇപ്പൊ അയ്യൂബ്, അയ്യൂബീൻ നിങ്ങൾ പറയോ? അയ്യൂബ് എന്നല്ലേ പറയാ? മുഹമ്മദീൻ എന്ന് പറയലില്ല. ഓരോരുത്തരുടെ പേരൊക്കെ ആരെയും ബഹുവചനാക്കുവോ? നിലമ്പൂരീൻ എന്ന് പറയലുണ്ടോ? വത്തൂരി സീനീൻ. സീന ഒരു സ്ഥലത്തിന്റെ പേരല്ല, അത് സീനീൻ. ഇല്യാസ് എന്നുള്ള ഖുർആൻ തന്നെ ഉപയോഗിച്ച വാക്ക. എന്നിട്ട് സലാമുൻ അല ഇല്യാസിന് സമാധാനം. ഇല്യാസ് എന്നുള്ള വ്യക്തിക്കല്ല, ഇല്യാസീൻ. അത് പിന്നെ അതിന്റെ പ്രാസൊപ്പിക്കാനാണെങ്കിൽ ഇങ്ങനെയല്ല പറയാ. അതിന് അറബി ഭാഷയിൽ നിയമങ്ങളുണ്ട്. പോട്ടെ. അത് അഷറ, നമ്മൾ എണ്ണം സംഖ്യ പറയുന്നിടത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാ ഞാൻ അങ്ങനെ പറയുന്നു. നോക്കൂ, ഇവിടെ വഖത്തഅനാഹും ഇസ്നതൈ അശറത അസ്ബാതൻ. ഒരു ഭാഷ, അറബി ഭാഷയിൽ ഒരിക്കലും അങ്ങനെ ഉപയോഗിക്കൂല. അവരെ ഗോത്രങ്ങളെ 12 ഉമമുകളാക്കുകയാണ്. 12 ഇങ്ങനെ വിഭജിക്കുന്നതിനെ പറ്റി പറയാണ്. അവിടെ പറയേണ്ടത് ഇസ്നൈ അശറ സബ്തൻ എന്നാ പറയേണ്ടത്. വഖത്തഅനാഹും ഇസ്നൈ അശറ സബ്തൻ എന്നാണ് ശരി. എന്തുകൊണ്ട്? സബ്ത് എന്നത്, അസ്ബാത്ത് എന്നത് പുല്ലിംഗമാണ്. അതിനെ പുല്ലിംഗമായിട്ട് തന്നെ എണ്ണണം. ഇസ്നൈ അശറ എന്ന് തന്നെ പറയാം. ബഹുവചന ഉപയോഗിക്കല് 3 മുതൽ 10 വരെയാണ് ബഹുവചനാക്കല്. ഇപ്പൊ ഗൾഫിലൊക്കെ പോയവർക്ക് അറിയാലോ. ഇപ്പൊ നോക്കൂ, ഇസ്ന അശറ വലദൻ, ഇസ്നത അശറ ബിൻതൻ. 10 ആൺകുട്ടികൾ എങ്ങനെ പറയാ? ഇസ്നൈ അശറ വലദൻ അല്ലെങ്കിൽ ഇസ്ന അശറ വലദൻ. പെൺകുട്ടികളെ എണ്ണുമ്പോ ഇസ്നത അശറ ബിൻതൻ, ഇസ്നതൈ അശറത ബിൻതൻ ഇങ്ങനെയാണ് പറയാ. ഖുർആൻ പറഞ്ഞ മാതിരി ഇങ്ങനെ പറയില്ല. അതുകൊണ്ട് വ്യാകരണ തെറ്റുകൾ ധാരാളം, ഭാഷാഘടനയിലുള്ള അന്തരം ധാരാളമുണ്ട്. ഇതൊന്നുകൂടി പറഞ്ഞിട്ട് ഞാൻ ഗ്രാമർ വിഷയം അവസാനിക്കുന്നു. അള്ളാഹും പ്രവാചകനും പിന്നെ ഒരു പദത്തിൽ ഇങ്ങനെ കൂടി കൂടി കലർന്നു വരും. ഖുർആൻ ഇങ്ങനെ നിങ്ങൾ തലമുറ സ്വതന്ത്രമായി ഒന്ന് വായിച്ചു നോക്കൂ. ഞാൻ ഒരു ഉദാഹരണം പറയാം. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ഇവിടെ എന്താ തെറ്റ്? ഞാൻ 1-2 കാര്യം പറയട്ടെ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തൻ്റെ ദാസനെ നിശാപ്രയാണം ചെയ്തവനാരോ അവൻ പരിശുദ്ധനാണ്. നിശാപ്രയാണം ചെയ്തതാരാ? ചെയ്യിപ്പിച്ചതാരാ? അള്ളാഹു. അള്ളാഹു അള്ളാഹിനെ തന്നെ പുകഴ്ത്തുവോ? അള്ളാഹു അള്ളാഹിനെ തന്നെ, ഞാൻ ഇന്നെ തന്നെ പുകഴ്ത്തുമോ? അള്ളാഹിനെ തന്നെ പുകഴ്ത്തുവോ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തൻ്റെ ദാസനെ നിശാപ്രയാണം ചെയ്തവനാരോ അവന് തസ്ബീഹ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തെറ്റതാ. ബാറക്നാ ഹൗലഹു ലിനുരിയഹു. അപ്പൊ ആദ്യത്തെ വാക്ക് ആരതാവാനാ സാധ്യത? അപ്പൊ മുഹമ്മദ് നബിക്കല്ലേ ഈ മസ്ജിദുൽ ഹറമിൽ നിന്ന് അങ്ങ് ദൂരെയുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക്, ബൈത്തുൽ മഖ്ദസിലേക്ക് കൊണ്ടുപോയത്? മുഹമ്മദ് നബിക്ക് അനുഗ്രഹം കിട്ടും. മുഹമ്മദ് നബിയാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയേണ്ടത്. അപ്പൊ ആദ്യത്തെ വാക്ക് മുഹമ്മദിൻ്റെതാവാനാണ് സാധ്യത എന്ന് തോന്നുന്നു. ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. ആ മസ്ജിദുൽ അഖ്സ ഉണ്ടല്ലോ, അതിന്റെ ചുറ്റുഭാഗവും ബർക്കത്താണ്. ആ ബർക്കത്ത് ചൊരിഞ്ഞതാരാ? അത് ആണ്ടവനാണ്, അള്ളാഹു ആണ്. അത് മുഹമ്മദ് നബി അല്ല. അതിന്റെ ചുറ്റുഭാഗം എന്താ ബർക്കത്ത്? ഇതിന്റെ പിന്നെ ആശയത്തിനല്ല കേട്ടോ നമ്മൾ ഗണിക്കുന്നത്, പദാൽപത്തിയാണ്. അവിടെ അത് അള്ളാഹിന്റെ വാക്കാകാനാ സാധ്യം. പക്ഷെ അള്ളാഹ് പറഞ്ഞ ഉടനെ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, അള്ളാഹ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓൻ കേൾക്കുന്നവനും കാണുന്നവനാന്ന് പറയുമ്പോൾ മുഹമ്മദ് നബിനെ കുറിച്ചാണെന്ന് തോന്നിപ്പോവും. അല്ലെങ്കിൽ അങ്ങനെ ധ്വനിയല്ല. നോക്കൂ, അള്ളാഹാണ് അള്ളാഹാണ് അത് പറയണത്. ആ അള്ളാഹ് തന്നെ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയാണോ സമീഉൻ ബസീർ? ഇങ്ങനെ ആ ഒരു വാചകം എടുത്ത് നോക്കിയാൽ അള്ളാഹും റസൂലും കൂടി കെട്ടിപ്പണഞ്ഞു കടന്നൊരു സംസാരം പോലെ തോന്നുന്നു. ഇതിന്റെ പാശ്ചാത്തലം നോക്കൂ. ഈ ഞാൻ ഇസ്രാ മിറാജിന്റെ കഥയിലേക്കൊന്നും പോകുന്നില്ല. ആകെ മുസ്ലിങ്ങൾക്കുള്ള
5 വക്ത് നിസ്കാരം നിർബന്ധം പിന്നെ അല്ല കൊടുത്തത് ഈ ഇസ്രാഇന്റെ രാത്രിയിലാണ്. എന്താണത്? ഇമാം ബുഖാരി തൻ്റെ ബുഖാരിയിൽ ഉദ്ധരിക്കുന്നുണ്ട്. എല്ലാ സഹീഹിലുണ്ട്, സുനനിലുണ്ട്, ദാവൂദിൽ, പിന്നെ ജാമിയയിലുണ്ട്, എല്ലാത്തിലും ഇസ്രായിന്റെ കഥയുണ്ട്. എന്താണ് ആ കഥ? നിങ്ങൾ നോക്കുന്നു, വായിച്ചു നോക്ക്. 5 നേരം നിസ്കാരം കിട്ടാൻ എവിടെയുള്ളത്? ഖുർആനിൽ എവിടെയും തെളിവില്ല. പിന്നെ എവിടെയുള്ളത്? ഈ ഇസ്രാഇന്റെ കഥയിൽ മാത്രമേ തെളിവുള്ളൂ. ആ കഥ എന്താണ്? ഈ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് പിന്നീട് ഇങ്ങനെ ആകാശത്തേക്ക് ഇങ്ങനെ പോയിട്ട് സിദറത്തുൽ മുൻതഹിലെത്തിയിട്ട് അവിടെ നിന്ന് സമ്മാനം വാങ്ങി വരുന്ന കഥയാണ്. അവിടത്തെ ഇപ്പൊ അള്ളാന്റെ അടുക്കലെത്തുമ്പോൾ അള്ള കൊടുക്കുകയാണ് 50 വക്ത് നമസ്കാരം, 50 വക്തൻ, 50 വക്ത് നമസ്കാരം കൊടുക്കുകയാണ്. കൊടുത്ത് അത് അള്ളാന്റെ കന്ന് കിട്ടിയ ഒരു സമ്മാനം. അത് വാങ്ങിയിട്ട് ഇങ്ങനെ 3-ാം ആകാശത്തേക്കുമ്പോൾ മൂസാനെ ഇടപെടുകയാണ്. അല്ലേ മുഹമ്മദ്, നീ എവിടുന്നാ വരുന്നത്? ഞാൻ അള്ളാന്റെ കന്ന്. എന്താ കിട്ടിയത്? 50 നേരം നിസ്കാരം. ഈ 50 നേരം നിസ്കാരോ? അത് 24 മണിക്കൂറിനോട് ചെയ്യാൻ കഴിയോ? അപ്പോഴാണ് മുഹമ്മദ് നബിക്ക് ഈ കൽബോണ്ടല്ലേ ചിന്തിക്കണ്. അപ്പോഴാണ് ഓടിപ്പോകുന്നതേ. മൂസാ നബി മസ്തിഷ്കം കൊണ്ട് ചിന്തിക്കുന്ന ആ ടീമാട്ടോ. ഓലാണ് ഈ സയൻസിന്റെ എല്ലാ മെത്തഡും കണ്ടെത്തിയത്. ഏതായാലും ഹൃദയം കൊണ്ടല്ലേ, താമസിച്ചു പോയി ചിന്തിക്കാൻ. അങ്ങനെ ഉണ്ടോ? പിന്നെയും പോവുക. അപ്പൊ അള്ള കൊടുക്കുമ്പോ തന്നെ പറഞ്ഞേക്കണ്, വാക്ക് ലംഘിക്കുന്നവനല്ല ഞാൻ പറഞ്ഞു കൊടുത്തിക്കുന്ന ആളാണ്, ഞാൻ അള്ളാഹു അല്ലേ. അവിടുന്ന് പിന്നെയും ചെല്ലുമ്പോ 5 ചുരുക്കിയിട്ട് 45 കൊണ്ട് വരികയാണ്. ഈ 40 പിന്നെയും ഈ മൂസ ഇടപെടും. അല്ല, 5 ചുരുക്കിയിട്ടുള്ളൂ. ഇങ്ങനെ ഈ പാവം മുഹമ്മദിനെ പിന്നെ 9 പ്രാവശ്യം അങ്ങോട്ട് പറയിപ്പിച്ച് ഇങ്ങോട്ട് ഇറക്കിയിട്ട് 45 ചുരുക്കി കിട്ടി. അള്ള വാക്ക് പിന്നെയും ലംഘിക്കുക. അള്ളാഹ്ക്ക് മുഹമ്മദ് നബിക്ക് ഒരു ദീർഘവീക്ഷണം അല്ലാവും. 2 ആളും ഹൃദയം കൊണ്ട് ചിന്തിക്കുക, മറ്റാൾ മസ്തിഷ്കം കൊണ്ട് ചിന്തിക്കുക. അയാൾ ഒരു വട്ടം കൂടി പറഞ്ഞു വിട്ടിരുന്നുവെങ്കിൽ ഈ നിസ്കാരേ ഉണ്ടാവില്ലായിരുന്നു. അപ്പോ നിങ്ങൾ നോക്കൂ, ഇതാണ് ആ കഥ. ഇതാണ് 5 നേരം നിസ്കരിക്കുന്നത്. ഇതാണ് ബുഖാരിൽ ഹദീസ്. അതെ, അവസാനത്തെ ലജ്ജ കൊണ്ട് പോയില്ല. അപ്പൊ അല്ലേ മുഹമ്മദ് നബിക്ക് അവിടെ ഒരു ലജ്ജ അങ്ങ് മാറ്റി വെച്ചിരുന്നെങ്കിൽ ഉമ്മത്തിന്റെ കാര്യമല്ലേ, ഇല്ല ഉണ്ടാവില്ലായിരുന്നു. ഏതായാലും ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മളവിടെ അങ്ങനെ ഒരു യുക്തി പറഞ്ഞിട്ട് കാരണം അവർ നമ്മളും കൂടി പോകുന്ന ഒരു ടൈപ്പായിട്ടാണ് മുന്നോട്ട് പോകണതേ. അതുകൊണ്ടാ നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ വചനവും മനുഷ്യന്റെ യുക്തിയും. ഞാൻ യുക്തിയിലേക്ക് തന്നെ വരികയാണ്. അള്ളാഹുവിന്റെ വചനവും മനുഷ്യന്റെ യുക്തിയും. പണ്ഡിത സംഘടന വശാവിറൂഹും ഫിൽ അംരി, ഖുർആനിൽ പറഞ്ഞ മുഷാവറ കൂടാൻ. അള്ളാഹിന്റെ വചനം ഒരു മുഷാവറ കൂടിയിട്ട് തീരുമാനിക്കും. എങ്ങനെ അതിന്റെ അർത്ഥം, എങ്ങനെയാണ് അതിന്റെ വ്യാഖ്യാനം, അവര് തീരുമാനിക്കും. ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, പിന്നെ അഫല തൻദുറൂൻ അഫല തുബ്സിറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ബുദ്ധി ഉപയോഗിക്കുന്നില്ലേ? ചിന്തിക്കാനില്ലേ പറഞ്ഞത്? അതുകൊണ്ട് ഞങ്ങൾ ചിന്തിക്കുക. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വല നിങ്ങൾ തദബ്ബുർ ചെയ്യുന്നില്ലേ? തദബ്ബുർ എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു പറയുക. തദബ്ബുർ ചെയ്യുന്നില്ലേ? ആ തദബ്ബുർ ചെയ്തിട്ട് ഉണ്ടാക്കാനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ കൂടുതൽ പറയുന്നില്ല. മനുഷ്യന്റെ ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും മെനഞ്ഞുണ്ടാക്കുന്ന ആശയമാണോ അള്ളാന്റെ ആശയം? ഇപ്പോൾ അള്ളാഹ് ഒരു കാര്യം പറഞ്ഞു, അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് എൻ്റെ ചിന്ത ഉപയോഗിച്ച് ഞാനങ്ങ് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ആശയമാകുമോ? അത് അള്ളാഹുവിൻ്റെ ചിന്തകളാകുമോ? അങ്ങനെ ചിന്തിക്കാൻ പറഞ്ഞാൽ മാത്രവുമല്ല, നമ്മുടെ നാട്ടിൽ നമുക്കിത് കൂടുതലൊന്നും പറയണ്ട. നമ്മുടെ നാട്ടിൽ എത്ര സംഘടന, മുസ്ലിം സംഘടനകൾ, ഓരോരുത്തർക്ക് എത്ര പരിഭാഷകളാണ്. മുജാഹിദിന് ഒന്ന് എണ്ണി നോക്കുക. മുജാഹിദ് അമാനി മൗലവിൻ്റേത്, സലാം സുല്ലമിൻ്റേത്, പിന്നെ കുഞ്ഞു മുഹമ്മദ് പറപ്പൂരും ബലൊക്കെ കൂടി ഉണ്ടാക്കിയ ചെറിയ മുണ്ട് അബ്ദുൽ ഹമീദ് മദനി, ഇങ്ങനെ പിന്നെ ഉമർ മൗലവിക്ക് ഒരു പരിഭാഷ, ഇങ്ങനെ ഒത്തിരി പരിഭാഷകൾ. എല്ലാം വൈരുദ്ധ്യമാണ്, വൈവിധ്യമല്ല, വൈരുദ്ധ്യമാണ്. മൗദൂദിന്റെ പരിഭാഷ ഇവർ അംഗീകരിക്കില്ല. കാരണം അതിൽ ഇനിൽ ഹുക്കുമയില്ലാതെ ചേർത്തിട്ടുണ്ടാവുക, ഭരണ വ്യവസ്ഥിതി കൂടി ഇസ്ലാമിന്റെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവുക. മുജാഹിദിന്റെ പരിഭാഷ ഇവിടെ സുന്നിയുടെ പരിഭാഷയ്ക്ക് പറ്റില്ല. അത് തൗഹീദ് ഷിർക്ക് വിഭജിച്ചുകൊണ്ടുള്ളതാണ്. മറ്റേ തവസ്സുൽ ഇസ്തിഹാസ കൂട്ടിക്കുഴച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ്? ശരി, മലയാളികൾക്ക് അറബി അറിയാത്തത് കൊണ്ട് ആ അറബിയെ പരിഭാഷപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. എന്നാ ഖുർആൻ വളരെ ലളിതമാണ് എന്ന് പറഞ്ഞ ആ അറബി ഭാഷയിൽ എത്ര തഫ്സീറുകളുണ്ട്? 85ഓളം തഫ്സീറുകൾ ഇന്ന് നമുക്കറിയാം. അറബിയിൽ ഒരു പുസ്തകം കൊടുത്തിട്ട് അതിന് ഇത്രയും വ്യാഖ്യാനോ?
അതെന്തേ അങ്ങനെ വന്നത്? കൊടുത്ത ആളെ തകരാറാണോ? അങ്ങനെയും ഇങ്ങനെയും കൊങ്ങനെയും വ്യാഖ്യാനിക്കുന്ന ഒരു സാഹചര്യം ഖുർആനിലുള്ളത് കൊണ്ടാണ് വ്യത്യസ്ത തഫ്സീറുകൾ രൂപപ്പെട്ടത്. ഒരു ഗ്രന്ഥകാരന്റെ ചിന്തയും സാഹചര്യവും അറിവും മെനഞ്ഞുണ്ടാക്കിയ ഒരു പുസ്തകം എഴുതിയാൽ ആ ചിന്തയോട് യോജിക്കുന്ന വ്യാഖ്യാനമേ ഉണ്ടാകൂ. അതാണ് നല്ലതായ വ്യാഖ്യാനം. അയാളുടെ ചിന്ത, അയാളുടെ സാഹചര്യം, അയാളുടെ അറിവ് മറികടക്കുന്ന വ്യാഖ്യാനമാണെങ്കിൽ അതിന് ദുർവ്യാഖ്യാനം എന്നാ പറയാ. ഇതിൽ ആരുടെ വ്യാഖ്യാനാണ്? അള്ളാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദിലുള്ള വ്യാഖ്യാനം. ഒന്ന് ഞാൻ പറയാം, ഒരു ഉദാഹരണം. നമ്മുടെ രാജ്യത്ത് മുസ്ലിം സംഘടനകളുടെ കൂട്ടത്തിൽ ഒരുപാട് ചിന്താ പ്രസ്ഥാനങ്ങളുണ്ട്. ഒരു തഫ്സീർ ഞാൻ അവർ അറബി തഫ്സീർ ആയതുകൊണ്ട് ഞാൻ പറയാണ്, മലയാളത്തിലെ തഫ്സീർ ഇറങ്ങാത്തതുകൊണ്ട്. ജമാലുദ്ദീൻ റൂമി, ഇബ്നു അറബി, സൈനുദ്ദീൻ ജിസ്തി തുടങ്ങിയ സൂഫി വര്യന്മാരുടെ തഫ്സീർ. ആ തഫ്സീറിൽ വഹ്ദത്തുൽ വുജൂദ്, അള്ളാഹു എന്നൊരു സംഗതിയോ ഞാൻ എന്ന് പറഞ്ഞ രണ്ട് സംഗതിയില്ല, രണ്ടും ഒന്ന് തന്നെ. ഖാലിഖ് എന്നോ മഖ്ലൂക്ക്, സൃഷ്ടാവ് സൃഷ്ടികൾ എന്ന രണ്ട് വിഭാഗമേ ഇല്ല, എല്ലാം ഒന്ന് തന്നെ. അനൽ ഹഖ്, അതാണ് സത്യം എന്ന് ഒരു പറയണത് വെറുതെ അങ്ങ് പറയല്ല, ഖുർആൻ ഓതിട്ടാ പറയുന്നത്. ഓതിയ 1-2 ആയത്ത് ഞാൻ പറയാം. നോക്കൂ, സൂറത്ത് യാസീൻ അയക്കണം. ഒമൻ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അൻ യഖൂല ലഹു, അതിനോട് അല്ല പറയും കുൻ എന്ന് പറഞ്ഞാൽ ഫയകൂനു, അത് ഉണ്ടാകും. ഇവിടെ അൻ യഖൂല അല്ല പറയും ലഹു, ഈ ലഹു അതിനോട്. ഏതിനോട്? ഇവിടെ സംഗതി ഉണ്ടായിട്ടൊന്നുമില്ല, ഉണ്ടാകാൻ പോകുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു അതിനോട് പറഞ്ഞോ ഫയക്കൂനു, അപ്പം അത് ഉണ്ടായില്ല. അപ്പൊ ആരോടായി പറഞ്ഞത്? ഒരു ചോദിക്കുന്ന ചോദ്യം, ഇൻ അറാദ ഷൈഅൻ, അല്ല ഉദ്ദേശിച്ച യഖൂല ലഹു, ഒരു കാര്യം ഉണ്ടാകാൻ വേണ്ടി അല്ല ഉദ്ദേശിച്ചാൽ അൻ യഖൂല ലഹു, അതിനോട്. ലഹു അതിനോട് അല്ല പറയും. ഏതിനോട്? ഒരു ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ലഹു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഏതിനോട് അല്ല പറഞ്ഞു? ഇവിടെ സംഗതി ഉണ്ടായിട്ടില്ലല്ലോ, കുൻ എന്ന് പറഞ്ഞെങ്കിലല്ലേ ഫയക്കൂൻ ഉണ്ടാകുള്ളൂ. ഇങ്ങനെ അപ്പോ അള്ളാഹു എന്ന് പറഞ്ഞ സംഗതി അള്ളാഹനത്തോടെ തന്നെ പറഞ്ഞതാണ്. സൂറത്ത് ഹദീദ് തുടങ്ങുന്നിടത്ത് ഹുവൽ അവ്വലു വല്ലാഹിറു വല്ലാഹിറു വൽ ബാത്തിൻ, സൂഫിയാക്കളെ തഫ്സീർ ഞാൻ പറഞ്ഞു. അള്ളാഹു അവ്വലാണ്, ആദ്യമുള്ളവൻ. ഈ ലോകമൊക്കെ പടക്കുന്നതിന് മുമ്പ് ആണ്ടവൻ മാത്രമായിരുന്നു. അവ്വൽ അള്ളാഹു മാത്രം. ആഹിർ, ഈ ലോകമൊക്കെ നശിച്ചു, ഇല്ല, ആഹിർ അവൻ മാത്രം. അവൻ ലാഹിറാണ്. ലാഹിർ പറഞ്ഞാല് ഇങ്ങനെ നോക്കിയാൽ കാണും, പ്രത്യക്ഷമായിട്ടുള്ളത്. ബാത്തിൻ, നോക്കിയാൽ കാണാത്തത്, അപ്പൊ പ്രത്യക്ഷമല്ലാത്തത്. ഈ നോക്കിയാൽ കാണുന്നത് അല്ലാഹു. അതെന്താ? ഈ കാണുന്ന ചരാചരങ്ങൾ മുഴുക്കെ അല്ലെ ലാഹിറായ അല്ലാഹു എവിടെ? നഹ്നു നഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, നിങ്ങളെ കണ്ട നാടിയോട് അടുത്തവനാണ് അവൻ. ഇങ്ങനെ അല്ലാഹു ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അപ്പൊ അല്ലാഹു നമ്മളിൽ നിന്ന് അന്യമല്ല, നമ്മളിൽ ഉള്ളിലുള്ള ഒരു സംഗതിയാണ്. വഹ്ദത്തുൽ വുജൂദ്, അനൽ ഹഖ്. അല്ലാഹ് തന്നെ സൂറത്ത് ഹിജ്റിൽ പറയുന്നുണ്ട്, ഖലഖന സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഇല്ലാ ബിൽ ഹഖ്. ഹക്ക് കൊണ്ടല്ലാതെ ഈ ആകാശവും ഭൂമിയും അതിലുള്ള ചരാചരങ്ങളും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അല്ലാഹ് സൃഷ്ടിച്ചത് എന്തുകൊണ്ടാ? ഈ ഹക്ക് കൊണ്ട്. അല്ലാഹ് തന്നെ ഹക്ക്, അനൽ ഹക്ക്, അല്ലാഹ് തന്നെ ഹക്ക്. ഹക്ക് കൊണ്ട് തന്നെയാണ് എല്ലാവരും സൃഷ്ടിച്ചിരുന്ന. അപ്പൊ അല്ലാഹ് ദ്രവ്യമായിരുന്നോ? അല്ലാഹ് ഈ ദ്രവ്യം എന്നുള്ള പദാർത്ഥമാണോ? എന്താണ് അറിയില്ല. സൂഫിയാക്കൾ ചോദിക്കുന്നത് ഇതെല്ലാം ചേർന്ന ഒരു വഹ്ദത്തുൽ വുജൂദ്, അതാണ് ഏകത്വം. നിങ്ങൾ പറയുന്ന 1, 2, 3 എണ്ണുന്ന 1 എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ ശരിയല്ല. അത് അള്ളാഹുവിനെ ചെറുതാക്കലാണ്. മാത്രമല്ല, നിങ്ങൾ പറയുന്ന നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, ഇതൊന്നും യഥാർത്ഥത്തിൽ ഞാനും അള്ളാഹു ആണ്, അയാളും അള്ളാഹു ആണ്. എങ്കിൽ ഞാൻ ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥനയില്ല, നിരർത്ഥകമായ സംഗതി. എല്ലാം അല്ല കാലേ കുട്ടി തീരുമാനിച്ച പിന്നെ എനിക്ക് ക്യാൻസർ മാറ്റണമെന്ന് ഞാൻ പറഞ്ഞ എന്താ കാര്യം? ക്യാൻസർ തരാനുള്ള തീരുമാനിച്ചല്ലേ, ഓന്റെ തീരുമാനവും നടപ്പിലാക്കൂലേ? ഞാൻ ഇപ്പൊ തന്നെ ഞാൻ എന്തിനു ചെയ്യണ്? പ്രാർത്ഥന നിരർത്ഥകം. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കണ്ട. ഒരു കർമ്മം അവർക്കില്ല. അതും അറബി തഫ്സീർ നിങ്ങൾ വായിച്ചു നോക്കൂ, ഇബ്നു അറബിയുടെ തഫ്സീർ. ഇങ്ങനെ ഏത് രീതിയിലും ഇന്നൽ ഖുർആന ദൂ വുജൂഹ്, ഖുർആൻ ഒരു ബഹുമുഖ വ്യാഖ്യാനങ്ങൾ ഉണ്ടെന്ന്.
അതൊക്കെ അള്ളാന്റെ താറാറാണ്. നമ്മളിപ്പോൾ ഇവരാരും കുറ്റം പറയുന്നില്ല. അള്ളാഹു ഒരു കൃത്യമായ വ്യക്തമായ ഒരു വ്യാഖ്യാന പഴുതുകളൊക്കെ അടച്ചുകൊണ്ടൊരു സുന്ദരമായ കിതാബിൻ മുബീൻ ആയാത്തിൻ മുബീൻ എന്നിട്ട് അള്ളാന്റെ ഇറക്കിന്ന് പറഞ്ഞാൽ പോരാ. ഇറക്കിയിരുന്നുവെങ്കിൽ, ഞാനങ്ങനെ ഇറക്കി എന്നല്ല പറയുന്നുണ്ടെങ്കിലും വ്യക്തമല്ലാത്തതുകൊണ്ടല്ലേ ഇത്രയും അവ്യക്തതകളും മുസ്ലിങ്ങൾക്കിടയിൽ ഇത്ര ചിഹ്ന ഭിന്നങ്ങളും ഒക്കെ ഉണ്ടായത്. അതുകൊണ്ടല്ലേ അള്ളായാത്തുൻ മുബീൻ അല്ലെങ്കിൽ ഖുർആനും മുബീൻ പിന്നെ എന്നൊക്കെ പറഞ്ഞാൽ മുബീനുണ്ട് ഇറക്കിയിരുന്നെങ്കിൽ, വ്യക്തമാക്കിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പിന്നെ എല്ലാ ഖുർആനിൽ അള്ളാഹ് വിശദീകരിച്ചിരിക്കുന്ന തന്നെ പറയണേ തിബിയാനൻ ലികുല്ലി ഷൈ, എല്ലാം അള്ളാഹു ഖുർആനിൽ വിശദീകരിച്ചിരിക്കണമെന്നാ പറയുന്നത്. ഞാൻ ഒന്ന് രണ്ട് കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ അനന്തര സ്വത്ത് ഒരുക്കുന്നിടത്ത് ഒരു പെൺകുട്ടിക്ക് പറയുന്നത് പകുതി കൊടുക്കണം എന്നാണ്. രണ്ട് പെൺകുട്ടികളെ പറ്റി അള്ളാഹ് പറയാതെ രണ്ടിൽ കൂടുതൽ കുട്ടികൾക്ക് സുലുസാനിയാ പറയണം. 3ൽ 2. അള്ളാന്റെ കണക്കിൽ 1 കഴിഞ്ഞാൽ പിന്നെ 3, 2 2 എത്രയാ കൊടുക്കണ്ട്? ഖുർആനിൽ കാണാനില്ല. ഒരു കുട്ടിക്ക് എത്രയെന്ന് പറഞ്ഞേക്കണ്, 2ൽ കൂടുതൽ എത്ര അത് അള്ളാഹ് പറഞ്ഞേക്കണ് സുലുസാനി. എന്നാ 2 എത്രേ? അള്ള വിട്ടുപോയി. ഇപ്പൊ അടുത്ത് പാറക്കൽ മുഹമ്മദിനെ വിളിച്ചു വെച്ചു, ഈ ഹുൻസക്ക് ഇതിന്റെ സ്വത്തവകാശം എത്രയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഹുൻസനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞിട്ടില്ല, ഈ നപുംസകത്തെ കുറിച്ച് അള്ളാഹ് പറഞ്ഞിട്ടില്ല. അള്ളാന്റെ ഖുർആനിൽ അതില്ല. ഇല്ലാത്ത കഥകളെ കുറേ ഉള്ളൂ. ഉള്ളതോ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കഞ്ഞിയും ചോറും വെച്ച കഥയാണ്. ഇപ്പൊ നിസ്കാരം നോക്കും, ഞാൻ പറഞ്ഞത് തന്നെ അള്ളാഹു കൃത്യമായി ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു കുഴപ്പമുണ്ടാവൂല. ഇപ്പൊ നിസ്കാരത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? അവരുടെ ആരോഗ്യം, അവരുടെ ബുദ്ധി, സമ്പത്തി എല്ലാം ചക്കോണ്ട് തന്നെ ചോറ്, ചക്കോണ്ട് തന്നെ ഉപ്പേരി, ചക്കോണ്ട് തന്നെ കറി എന്നൊക്കെ പറഞ്ഞ മാതിരി 5 നേരം ഫർദ് നിസ്കാരം, പിന്നെ അതിന്റെ മുന്നും പിന്നും റവാത്തിബ് സുന്നത്ത്, പിന്നെ കുറെ തസ്ബീഹ് സുന്നത്ത്, ഒരുപാട് നിസ്കാരം, ഒക്കെ നിസ്കാരം തന്നെ, എല്ലാം ഒന്ന് തന്നെ. ഇങ്ങനെ ചക്കും ചോറും വെച്ച കളി എന്നല്ലാതെ എന്താ ഉള്ളത്? ശരി, ഞാൻ കയ്യിലേക്ക് പോവാം. എന്ന് വെച്ചാൽ ഇവിടെ മനുഷ്യനെ സൃഷ്ടിപ്പ്, പരിണാമത്തെക്കുറിച്ച് കൃത്യമായി പറയാൻ ഞാൻ അത്രത്തോളം പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഖുർആനിലെ സൃഷ്ടിപ്പ്, പരിണാമം കുറേ നിങ്ങളെ കൂടെ നമുക്ക് സൃഷ്ടിവാദം ശരിയോ തെറ്റോ എന്ന് ആദ്യം മനസ്സിലാക്കിയാൽ അള്ളാഹ് ഇറക്കി തന്നാണല്ലോ. അത് ശരിയല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ കൂടി ഒന്നിച്ച് പരിണാമം പഠിച്ചേക്കാം. ഇത് ശരിയാണ്, നമുക്ക് ഇതന്നെ തുടർന്നാക്കിയല്ലോ. ഖുർആനിൽ ആദമിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഞാൻ സൂറത്ത് കൊടുത്തപ്പോൾ ഒന്ന് ഹിജർ, സൂറത്ത് ഹിജറിൽ, ഒന്ന് സ്വാദിൽ, ഖുർആനിൽ 5ഓളം സ്ഥലത്ത്, സൂറത്ത് ബക്കറയിലുണ്ട്, പിന്നെ ആറാഫിലുണ്ട്, 5ഓളം സ്ഥലത്ത് ആദമിന്റെ കഥ പറയുന്നുണ്ട്. എങ്ങനെയാണ് അള്ളാഹു മനുഷ്യനെ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചുണ്ടാക്കിയതെന്ന് പറയുന്നുണ്ട്. ആ സൃഷ്ടിപ്പ് നോക്കൂ. വൈദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, സൂറത്തുൽ ബക്കറയിൽ. അങ്ങനെ ഞാൻ അതിന്റെ ആയത്ത് തോന്നില്ല, അതിന്റെ കഥ പറയാം. നോക്കൂ, മനുഷ്യൻ അള്ളാഹ് സൃഷ്ടിക്കുമ്പോൾ ആദ്യം തന്നെ മലക്കുകളോട് മുഷാവറ നടത്തുകയാണ്, കൂടിയാലോചിക്കുകയാണ്. എന്തിനാ കൂടിയാലോചിക്കുക? എൻ്റെ അടുത്ത് വല്ല തെറ്റോ പറ്റോ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ പിന്നെ പറയുന്നത് തെറ്റായിപ്പോകോ എന്നൊക്കെ ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണല്ലോ കൂടിയാലോചിക്കുക. അള്ളാഹ് എന്തിനാ കൂടിയാലോചിക്കണേ എനിക്കറിയില്ല. ഏതായാലും മലക്കുകളോട് കൂടിയാലോചിക്കുകയാണ്. ഞാൻ കുറച്ച് പ്രതിനിധികളെ ഭൂമിയിലേക്ക് അയക്കുകയാണ്, ഖലീഫമാരായിട്ട് അയക്കാൻ പോവാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു പറയണ എന്താ അറിയോ, ഈ ഭൂമിയിൽ രക്തം ചിന്തി ഫസാദ് ഉണ്ടാക്കുന്ന, പിത്തന ഉണ്ടാക്കുന്ന ആൾക്കാരെയാണോ നീ സൃഷ്ടിക്കാൻ പോകുന്നത്? ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരാണോ നീ സൃഷ്ടിക്കാൻ പോകുന്നത്? നിനക്ക് തസ്ബീഹ് അല്ല ഞങ്ങളില്ലേ എന്ന് മലക്കൾ ചോദിക്കുകയാണ്. മലക്കൾ പൊതുവെ അള്ളാഹ് എന്താണോ കൽപ്പിച്ചത് അത് ചെയ്യുന്നവരും അള്ളാഹ് എന്താണോ വിലക്കിയത് അത് വിരോധിക്കുന്നവരുമാണ്. അവർക്ക് ആ മറ്റൊരു പ്രകൃതമില്ല, ബുദ്ധി കൊണ്ട് ചിന്തിച്ചു പറയാൻ. അതുകൊണ്ടാണ് മലക്കൾ സ്വർഗത്ത് പോകുക നരകത്ത് പോകുന്നുള്ള ചർച്ച ഖുർആനിൽ പറയാതെ പോയത്. എന്താ? ചിന്തിച്ച് പറയാൻ അവർക്ക് കഴിയില്ല. അവർക്ക് അള്ളാഹ് എങ്ങനെയാണോ അവരെ സൃഷ്ടിച്ച പ്രകൃതി അതേ അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. മലക്കുകൾ അള്ളാഹിനോട് ഇങ്ങനെ ചോദിക്കണമെങ്കിൽ മലക്കൾ ഇങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് ആദമിനെ പടക്കുന്നതിന് മുമ്പ് വേറെ മനുഷ്യന്മാരായിട്ട് അയാൾ ഒരു കണ്ടോ? എന്നിട്ട് ഇങ്ങനെ പരസ്പരം പിന്നെ യുദ്ധം ചെയ്ത് അല്ലവര് മരിച്ചു പോയോ, അവർ നാമാവശേഷമായോ, എന്തേ സംഭവിച്ചത്? മലക്കൾ ഇത് പറയിപ്പിച്ച വസ്തു എന്താണ്? അള്ളാഹ് ചോദിച്ചപ്പോൾ ഇടത്തേക്ക് പറഞ്ഞ ആ കാര്യം അതാണ്. രക്തം ചിന്തുന്ന ഫസാദ് ഉണ്ടാക്കുന്നവർ എന്തിനാന്നാ വെച്ച് അത് പറയാൻ വേറെ പ്രചോദിപ്പിച്ചത് എന്താണ്? ശരി പോട്ടെ. ഏതായാലും അപ്പം മലക്കളോട് പറയും, ഇങ്ങക്ക് അറിയാത്തത് അള്ളാഹ് കൊടുത്ത കഴിവേ മലക്കളോട് ഒന്നിട്ട് പറയാ, നിങ്ങൾക്ക് അറിയാത്തത് ഓർക്ക് അറിയുന്നു. അള്ളാഹ് അറിയിച്ചു കൊടുക്കാത്തതുകൊണ്ട് അവർക്ക് അറിയാത്തത്. എന്നിട്ട് അള്ളാഹ് പറയാ, നിങ്ങൾക്കറിയാത്തത്
ഓൽക്കറിയാം. എന്നിട്ട് അള്ളാഹു മലക്കുകൾക്ക് പഠിപ്പിക്കാതെ ഈ ആദമിന് എന്താ ചെയ്യുന്നത്? കുറേ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഓല മുന്നിൽ നിന്ന് മോമിനോട് പിന്നെ ഈ ആദമിനോട് പറയാണ്, അള്ളാഹ് നോക്കൂ ഇവിടെ ഒരു നാടകം കളിക്കുന്നത്, മരക്കപ്പുറത്ത് ചെന്ന് ആദമിന് കുറേ പഠിപ്പിക്കുക, എന്നിട്ട് മരക്കളെ മുന്നിൽ കൊണ്ടുവന്നിട്ട് എന്നാ പറഞ്ഞോ, ഇതിനെന്താ പേര് മൈക്ക്, ഇതിനെന്താ പേര് ലാപ്ടോപ്പ്, ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞോ ഇല്ലത് വേറെ കഥ കേട്ടോ, ഖുർആനിലെ കഥയാണ് ഞാൻ പറയുന്നത്. എല്ലാത്തിൻ്റെ എല്ലാ പേരും ആദമിനെ അങ്ങ് പഠിപ്പിച്ചു. അതില് മലക്കള് വസ്തുദൂലി ആദം, ഈ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഇയാൾക്ക് ഇങ്ങോട്ട് പിന്നെ സുജൂദ് ചെയ്തോളൂ. എല്ലാരും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഇബ്ലീസ് സുജൂദ് ചെയ്യില്ല. എന്തേ ഇബ്ലീസ് ചെയ്യാതിരുന്നത്? മോനോട് ചോദിച്ചു, എന്താ നീ സുജൂദ് ചെയ്യാഞ്ഞത്? നോക്കിക്കോളൂ, എന്താ സുജൂദ് ചെയ്യാതിരുന്നത്? മോനെ മണ്ണുകൊണ്ട് ഇന്ന് തീയുണ്ട്, മോനേക്കാളും പിന്നെ കുറച്ചും കൂടി കണ്ടീഷൻ ഞാനല്ലേ. അത് മാത്രമല്ല, ആ പണ്ടേ മലക്കുകളോട് അള്ളാഹുവിന്റെ ഒരു കൽപ്പനയുണ്ട്, ഞാൻ എന്താണോ കൽപ്പിച്ചത് അത് ചെയ്തു. അള്ളാഹുവിന് ഓരോട് സിർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് അള്ളാഹ് പഠിച്ചത്. അങ്ങനെ പഠിച്ച ഒരാൾക്ക് സിർക്ക് ചെയ്യാൻ കഴിയുമോ? ഇപ്പോൾ ചിലപ്പം പിന്നെ ഒരാൾ അധ്യാപകൻ പിന്നെ ഒരു വിദ്യാർത്ഥി വന്നപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നോന്ന് പറഞ്ഞാൽ നമ്മളാരും ഇരിക്കൂല. അതെന്താ ഇരിക്കാത്ത? അധ്യാപകൻ പറഞ്ഞാലും നമുക്കാണ് ഇരുന്നൂടാ. അങ്ങനെ അങ്ങോട്ട് ഒരു ഷിർക്ക് ചെയ്യാൻ അള്ളാഹുക്ക് പങ്കു ചേർക്കാൻ വേണ്ടി പറയുമ്പോഴേക്ക് അങ്ങ് ചേർക്കല. ഇബ്ലീസ് നല്ല ഒരു നിലപാടല്ലേ സ്വീകരിച്ചത്? അതിന് വേണ്ടി അയാളെ പുറത്താക്കി. നിങ്ങൾ നോക്കൂ, ഇതാണ് കഥ, മനുഷ്യനെ സൃഷ്ടിപ്പിന്റെ കഥ ഇതാണ്. ഇവിടുത്തെ നോക്കൂ, ഈ മണ്ണുകൊണ്ടുണ്ടാക്കിയ ആൾ പെട്ടെന്ന് എങ്ങനെയാണ് മനുഷ്യനായി പോയത്? ഓരോ ഖുർആൻ എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ സൂറത്ത് ഹിജറിലൊക്കെ പറയുന്നത് പിന്നെ അള്ളാന്റെ മിർ റൂഹി, എന്റെ റൂഹിൽ നിന്ന് നഫഖ്തു, ഞാൻ ഊദീന. ഇത്രയും വലിപ്പമുള്ള ഒരാൾ അള്ളാഹ് സൃഷ്ടിച്ചിട്ട് അതിന് അള്ളാന്റെ റൂഹ് ഊദീന പറയുന്നത്. അള്ളാന്റെ റൂഹ് എങ്ങനെയൊക്കെ ഞാൻ ശ്വസിക്കുന്ന ഓക്സിജൻ ഇങ്ങോട്ട് പുറത്തോട് മുമ്പ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നല്ലേ സാറേ പറയല്? അള്ളാന്റെ കാർബൺ ഡൈ ഓക്സൈഡ് ആണോ നമ്മളൊക്കെ? അള്ളാന്റെ നഫഖ്തു മിൻ റൂഹി എന്നാ പറയുന്നത്. എന്താണ് ഈ പറയുന്നത്? പോട്ടെ, ഈ ഒരു കഥയിൽ ഇപ്പൊ പണ്ട് രവിചന്ദ്ര സാറ് ചോദിച്ചു, ആദ്യ നബിക്ക് പിന്നെ പുക്കിളുണ്ടായിരുന്നു അയ്യൂബേന്ന് ചോദിച്ചു. ഞാൻ എന്താ സാറേ, ഉമ്മാന്റെ ഗർഭാശയത്തിലാവുമ്പോഴല്ലേ അത് തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടാവുള്ളൂ. നമ്മളെങ്ങനെയാണ് ആ ഗർഭാശയത്തിലുള്ള ആഹാരവും ആവാസവും വ്യവസ്ഥിതിയൊക്കെ നിലനിർത്തിയത്? പുക്കിൾ കൂടി വഴി. അപ്പൊ അതിനെ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയോണ്ട് പുക്കൾ ഉണ്ടാവും. ഇങ്ങനെ നമ്മളെ സംബന്ധിച്ച് ഈ സൃഷ്ടിവാദം, താത്വികമായി പറഞ്ഞാൽ സൃഷ്ടിവാദം എന്താണ്? എന്താ സൃഷ്ടിവാദം? മണ്ണ് എവിടുന്ന് കിട്ടി? മണ്ണ് കൊടുത്തിട്ടല്ലേ, കുഴച്ചിട്ടല്ലേ ഉണ്ടാക്കിയത്? മണ്ണ് എവിടുന്ന് കിട്ടി? അതാ എങ്ങനെ സൃഷ്ടിച്ച്? സൃഷ്ടിപ്പ് എന്നൊരു സംഗതി തന്നെ നമ്മളൊരു ഉൽപ്പന്നം ഉണ്ടാക്കുകയാണ്. നമ്മളെ ഭാര്യന്റെ കയ്യിൽ കൊണ്ടുപോയിട്ട് ആട്ട കൊടുത്തിട്ട് ചപ്പാത്തി ചൂടാൻ പറയുന്നത് പോലല്ലാതെ ഇല്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് ഒന്നും സൃഷ്ടിക്കുന്നില്ല. ശൂന്യതയിൽ നിന്ന് അള്ളാഹ്ക്ക് സൃഷ്ടിക്കാൻ കഴിയുമോ? ശൂന്യത എന്നുള്ള സംഗതി തന്നെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അള്ളാഹു ഉണ്ടെങ്കിൽ പിന്നെ ശൂന്യത ഉണ്ടോ? അള്ളാഹ് ഉണ്ടെങ്കിൽ പിന്നെ ശൂന്യത എന്ന് പറയുമോ? ശൂന്യതയിൽ നിന്ന് എങ്ങനെയാ സൃഷ്ടിച്ചു എന്ന് പറയാ? അപ്പൊ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നും ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നത് തന്നെ എന്താ ശരിയല്ല. കാരണം ഒന്നുമില്ലായ്മ എന്ന് പറഞ്ഞ, ശൂന്യത എന്ന് പറഞ്ഞ ദൈവം കൂടി ഇല്ലാത്ത അവസ്ഥക്കാണ് ശൂന്യത എന്ന് പറയുക. അല്ലെങ്കിൽ ദൈവം ഉണ്ടെങ്കിൽ പിന്നെ ശൂന്യത എന്ന് പറയില്ല. ഏതായാലും അത് അവിടെ കട്ടെ. ഖുർആനിൽ പറയുന്ന സൃഷ്ടിവാദം, ആദമിനെ അള്ളാഹ് സൃഷ്ടിച്ചു, അതിൻ്റെ അള്ളാഹ് ആദമിൻ്റെ ഒരു വാര്യല്ലൂരി ഹവ്വയെയും സൃഷ്ടിച്ചു. അവർ രണ്ടാളും കൂടി ചേർന്ന് അവരെ മക്കളുണ്ടായി. അവരുടെ മക്കൾ അതെങ്ങനെയാ? ആദമിൻ്റെ ആ മക്കളും പെമ്മക്കളും കൂടിയോ അല്ലെങ്കിൽ ആ മക്കളും അമ്മയുമായി ചേർന്നോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടാണോ മറ്റു സന്താനങ്ങൾ, മനുഷ്യവംശം ലോകത്തുണ്ടായത്? അല്ലെങ്കിൽ പിന്നെ രണ്ടാദമും രണ്ട് ഹവ്വയും, രണ്ട് കുടുംബങ്ങളാകുമല്ലോ. എന്താണ് ഈ കഥ? അപ്പൊ ഈ സൃഷ്ടിവാദം ശരിയോ തെറ്റോ നമുക്കത് അവലോകനം ചെയ്തതിന് ശേഷം, പക്ഷെ ഇത് ചർച്ച ചെയ്യുന്നതിന് പകരം മനുഷ്യൻ കുരങ്ങിൽ നിന്നോ എന്നൊരു ചർച്ച വരുമ്പോ, ഇല്ലെങ്കിലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം യുക്തിവാദികൾ ആരും മനുഷ്യൻ കുരങ്ങിൽ നിന്നെന്ന് പറഞ്ഞിട്ടില്ല.
ചിമ്പാൻസിയുടെയും നമ്മുടെയും 98.5% ഫോസിലുകൾ അതിന് ഏകദേശം 1 ആയിട്ട് വരുന്നുണ്ട്. എന്നാൽ തന്നെ അതിൽ നിന്ന് നല്ല നമ്മുടെയും ചിമ്പാൻസിന്റെയും ആൽമരത്തിന്റെയും എല്ലാത്തിൻ്റെയും ഒരു പൊതുപൂർവികനുണ്ട്. അത് ഏതാണ് നമുക്ക് കണ്ടെത്തുക? നിങ്ങൾ പറയുന്നത് 10,000 കൊല്ലത്തിന്റെ ഇങ്ങോട്ടേ ഉള്ളൂ. അതിനെ ഈ 6 ദിവസം കൊണ്ടാണ് സൃഷ്ടിക്കുന്നത് എങ്കിൽ ദിനോസറുകളും മനുഷ്യനും തമ്മിൽ 150 കോടിയുടെ വ്യത്യാസം കാണുന്നുണ്ട്. 6 ദിവസം കൊണ്ട് വരും. ഇങ്ങനെ 150 കോടിയുടെ വ്യത്യാസം എങ്ങനെ വന്നു? മനുഷ്യനെ നോക്കൂ, നമുക്ക് പരിണാമൊന്നും പഠിക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നാ കറുത്ത മനുഷ്യർ, ഇവിടെ ചെന്ന വെളുത്തർ, നമ്മുടെ ഭാരതത്തിലുള്ളവര് ബ്രൗൺ കളറുള്ളവർ, ഇങ്ങനെ ലോകത്ത് വ്യത്യസ്ത വർണ്ണങ്ങളും രൂപങ്ങളുമുള്ള മനുഷ്യർ എല്ലായിടത്തും വ്യത്യസ്ത. ചൈനയിൽ വ്യത്യസ്ത ഒരു ആദം, ആഫ്രിക്കയിൽ വേറൊരു ആദമിനല്ല സൃഷ്ടിച്ചുവോ? ഇന്നിങ്ങനെ ഇങ്ങനെ വ്യത്യാസം വന്നത് എന്തുകൊണ്ടാ? എങ്ങനെ വന്നു? ഖലഖലകും മാ ഫിൽ അർളി ജമിഅ, മനുഷ്യന് വേണ്ടിയാണ് അത്ര ഇതെല്ലാം സൃഷ്ടിച്ചത്. ഒരാൾ എൻ്റെ വീട്ടിൽ വന്നു, അയാൾ തുടങ്ങുന്ന എൻ്റെ മനുഷ്യന് വേണ്ടിയാണ് ഇതൊക്കെ സൃഷ്ടിച്ച്. എൻ്റെ ഒരു സുഹൃത്ത് സുലൈമാൻ പറഞ്ഞു, എന്നാ കൊതുവിന് എന്തുകൊണ്ടാ സൃഷ്ടിച്ചത്? എടുത്തേക്കൊരു ചോദ്യം. ഞങ്ങൾ സംസാരിക്കുമ്പോൾ സുലൈമാൻ്റെ ഒരു ചോദ്യം, ആയിക്കോട്ടെ ഞങ്ങൾ സമ്മതിക്കും, ഞങ്ങൾക്ക് വേണ്ടി. പക്ഷെ കൊതുവിന് ഇപ്പം എന്തിനു വേണ്ടിയ കാര്യം സൃഷ്ടിച്ചിട്ടുണ്ടാകുക? അതൊന്ന് പറഞ്ഞേരി. ഈ രോഗാണുക്കൾ എന്തിനു വേണ്ടിയ കാര്യം സൃഷ്ടിച്ചിട്ടുണ്ടാവുക? നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ട് ആണോ? മാത്രമല്ല, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഇപ്പം ഇവർ പറഞ്ഞ കഥയുണ്ടല്ലോ, ഈ 10,000 കൊല്ലത്തിന് മുമ്പ് തന്നെ ഒരുപാട് ജീവികൾ നാമാവശേഷമായി പോയിട്ടുണ്ട്. നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരെങ്ങനെ പിന്നെ ഇല്ലാണ്ടായി പോയത് എങ്ങനെയാ? എല്ലാം ഒരു കഥ പോൽ. ഇതാണ് സൃഷ്ടിവാദത്തിൻ്റെ കഥ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പിന്നീട് ഇവിടെ പരിണാമത്തെ പറ്റി വിശദീകരിക്കാൻ പിന്നീട് സന്ദർഭമുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ നോക്ക്, ഇവർ പറയുന്ന യുക്തിയും മതവും തമ്മിൽ ഞാനൊന്ന് താരതമ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇവരിതൊക്കെ പറയുമ്പോൾ ചോദിക്കുന്നത് എന്താ അറിയോ? മതവും യുക്തിവാദവും തമ്മിൽ താരതമ്യം ചെയ്തൊന്ന് പരിശോധിക്കാത്തതിൻ്റെ ഒരു തകരാറാണിത്. ഒന്നെന്താ വെച്ചാൽ, മതം എന്ന് പറയുന്നത് അത് വഹയിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. യുക്തി എന്ന് പറയുന്നത്, യുക്തിവാദം എന്ന് പറയുന്നത് സയൻസിന്റെ നിലപാടിനെ സ്വീകരിക്കുന്നത്. അതായത് യുക്തി അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് അറിവുള്ളത്. അല്ലാതെ മനുഷ്യന്റെ അഭൗതികമായ മാർഗേണ ഒരാൾ നമുക്കിങ്ങനെ ജിബിരിയിൽ വന്നിട്ട് നബിക്ക് കൊടുത്ത് നബി ഇങ്ങോട്ട് ഇങ്ങനെ തരുന്നൊരു മാർഗം അത് ഞങ്ങൾ അറിവായിട്ട് കൂട്ടുന്നേ ഇല്ല. നിങ്ങൾ അറിവെന്ന് പറയുന്നതും ഞങ്ങൾ അറിവെന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ വഹി വരുന്ന അറിവല്ല. പരീക്ഷണത്തിലൂടെ, നിരീക്ഷണത്തിലൂടെ, ഗവേഷണത്തിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ അറിവെന്ന് പറയുന്നത്. ഞങ്ങളറിവും നിങ്ങളറിവിൻ്റെയും നേട്ടം ഉണ്ടെന്നോ ഇല്ലെന്നോ തെളിയിക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങളെ അറിവില് അള്ളണ്ടോ? ഉണ്ട്. എന്തേ? അള്ളാഹ് കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഉണ്ടെന്നോ ഇല്ലെന്നോ തെളിയിക്കാൻ പറ്റാത്തതിന് അറിവ് തന്നെ പറയില്ല. ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റിയാൽ അറിവ്, ഇല്ലാന്ന് തെളിയിക്കാൻ പറ്റണം. ഇപ്പൊ ഇവിടെ ഒരു കപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ലാന്ന് തെളിയിക്കാൻ പറ്റണം. അത് പരീക്ഷണ, നിരീക്ഷണ, ഗവേഷണങ്ങളിലൂടെ പറയും. ഉണ്ടെന്ന് പറയാനും അങ്ങനെ തെളിയിച്ച് പറയും. വഹീന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പറയേണ്ടതുണ്ടോ? അത് വഹി വരികയല്ലേ. അപ്പൊ നിങ്ങളുടെ മനോഭാവം നമ്മുടെ മനോഭാവം വ്യത്യാസമുണ്ട്. നിങ്ങളുടെ വഹിയാണ്, അദൃശ്യജ്ഞാനമാണ്, സമ്പൂർണ്ണജ്ഞാനവുമാണ്. ആ അറിവ് കാമിലായിട്ട് അള്ളാഹു ഇറക്കി കൊടുത്തതാ, പൂർണ്ണമായിട്ട് ഇറക്കി കൊടുത്തതാ. അറിവ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമല്ല. ഇന്നത്തെ അറിവ് നാളെ മാറും, ആ അറിവ് പിന്നെയും മാറും. ഇങ്ങനെ ലോകത്തിന്റെ വികാസമനുസരിച്ച്, മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ വികാസമനുസരിച്ച് അറിവിനും വികാസം വരുന്നു. നിങ്ങളത് കാമിലായിട്ട് അല്യൗമ അക്മൽതു ലക്കും ദീനുക്കും വഅത്മംതു അലൈക്കും അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ അറിവ് സമ്പൂർണ്ണമാണ്. അതിലൊന്ന് കൂട്ടിയാൽ വികൃതമാവും, ഒന്ന് കുറച്ചാൽ വികൃതമാവും. ഞങ്ങളിൽ അങ്ങനെ ഇല്ല. ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ ലക്ഷ്യം വ്യത്യാസമുണ്ട്. എന്താ ഞങ്ങളുടെ ലക്ഷ്യം? നമ്മുടെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ യുക്തിയുക്തമായ അറിവിനെ പരത്തുക, യുക്തിവിരുദ്ധമായതിനെ ഖണ്ഡിക്കുക. അതുകൊണ്ടല്ലേ നിച്ച് ഓഫ് ട്രൂത്ത്, ദി ട്രൂത്ത്, ഐഡിയ, എന്തെല്ലാം സംഘടനയാണ്. എല്ലാവരും പ്രവർത്തിക്കുന്നത് എന്തിനാ? ഓരോരുത്തരും സ്വർഗത്തിൽ കൊണ്ടെടുക്കാനാണ്, സ്വർഗത്തിലേക്ക് ക്ഷണിക്കാനാണ്. നമ്മുടെ ലക്ഷ്യം സ്വർഗം നരകമൊന്നുമല്ല. പിന്നെ യുക്തിയുക്തമായ അറിവിനെ പരത്തുക, യുക്തിവിരുദ്ധമായതിനെ ഗണ്ണിക്കുക. അതെന്തുകൊണ്ട് ഗണ്ണിക്കണം? ഇസ്ലാം ജിഹാദാണ് മാർഗമായി പറയുന്നത്.
പൊതുരംഗത്ത്, സാമൂഹിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് ഒന്നിക്കുമ്പോൾ ആദർശ രംഗത്ത് നമ്മൾ വിഘടിച്ചു നിൽക്കുന്നു. അതെന്തിനാ? യുക്തിയുക്തമായ അറിവിനെ പരത്തുക. മനുഷ്യന്റെ ലോകത്തിന്റെ എല്ലാത്തിൻ്റെയും ചിന്താരീതി സയൻസിന്റെ ചിന്താരീതിയാക്കുക. മതം കൊണ്ട് എന്ത് നേടി? യുക്തി കൊണ്ട് എന്ത് നേടി? പരിശോധിക്കണ്ടേ? മതം കൊണ്ട് എന്ത് നേടി? ഞാനത് വിശദീകരിച്ചാൽ നിങ്ങൾക്ക് പ്രയാസം. യുക്തി കൊണ്ട് മനുഷ്യന്റെ ആധുനിക വികാസം, മനുഷ്യാവകാശം, സ്ത്രീ പുരുഷ ശാക്തീകരണം, സ്ത്രീ പുരുഷ സമത്വം തുടങ്ങി ഇന്ന് മനുഷ്യൻ ഉയർത്തിപ്പിടിക്കുന്ന പല മൂല്യങ്ങളും സംസ്കാരങ്ങളും യുക്തി കൊണ്ട് നേടിയെടുത്തതാണ്. അന്ന് മതമായിരുന്നെങ്കിൽ, ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഗോത്രീയ ചിന്തകൾ, ഗോത്രീയ സ്പർദ്ധകൾ വളർന്ന് നമ്മുടെ രാജ്യത്ര പുരോഗമിക്കില്ലായിരുന്നു. രണ്ടിൻ്റെയും ലക്ഷ്യവും എല്ലാം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് മതം എന്ന് പറയുന്നത്, തീർത്ത് ഞാനൊന്ന് പറയട്ടെ, മതം എന്ന് പറയുന്നത്, ദീൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഭിന്നതയെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ വിഭജനം നമുക്കറിയാലോ. സെർബിയൻ കൂട്ടക്കൊല അറിയാമല്ലോ. ഇസ്ലാമിന്റെ തന്നെ തുടക്കകാലത്ത് 3 ഖലീഫമാരുടെയും മരണം, അവിടെ നിന്നുണ്ടായിട്ട് മുസ്ലിം കക്ഷികളുടെ ഛിന്ന ഭിന്നമായുള്ള ഗ്രൂപ്പ് വഴക്കുകൾ, പല ഭിന്നതകൾ പലതും ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ കാരണം മതമാണ്. അങ്ങനെ ഉണ്ടായിക്കൂടാ. മനുഷ്യന്റെ പുരോഗതിക്ക് ഊന്നൽ നൽകുന്ന കാര്യങ്ങളാണ് നാം ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടിപ്പറയുന്നില്ല. പിന്നെ മതവും യുക്തിയും തമ്മിൽ വിശകലനം ചെയ്യുമ്പോൾ 1-2 ചോദ്യങ്ങൾ, പാറക്കൽ 1-2 ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇപ്പൊ ഇവര് നോക്കൂ, ഇത് നീതിയുടെ ലോകമല്ല. ഇത് നീതിയുടെ ലോകമല്ല. നീതിയുടെ ലോകമല്ല. എന്താ കാരണം? ഒരാളെ കൊന്നാലും 100 ആളെ കൊന്നാലും ഒരേപോലെ ശിക്ഷ. ഒരാളെ കൊന്നാൽ എന്താ ഇപ്പം മാക്സിമം ശിക്ഷ തൂക്കുമരായിരിക്കും. 5 ആളെ കൊന്നാലോ ചിലപ്പോൾ അതന്നെ ആയിരിക്കും. 100 ആളെ കൊന്നാലോ അതന്നെ ആയിരിക്കും. പക്ഷെ ഒരു 100 വട്ടം ജീവൻ കൊടുത്ത് ശിക്ഷിക്കാനുള്ളൊരു സംവിധാനം നമ്മുടെ രാജ്യത്തില്ല. അതുകൊണ്ട് തന്നെ പരലോകം ആവശ്യമായി വരുന്നു. ഇതാണ് ഒരു ചോദ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ ചോദ്യം. ഇത് നീതിയുടെ ലോകമല്ല, പിന്നെ നീതിയുടെ ലോകം വരണം. ആ ഒരു പ്രതീക്ഷയാണ്. ഈ ഖുർആനിലൊന്നും ഇങ്ങനത്തെ ചോദ്യമില്ലല്ലോ. പിന്നെന്താ ഈ ചോദ്യം ചോദിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കണം? എന്താ? നമ്മുടെ സാമൂഹ്യ ബോധമാണത്. നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. നമ്മളെ പ്രതീക്ഷ ഒക്കെ തെളിവാകുമോ? എനിക്കിപ്പോൾ ലോട്ടറി അടിക്കണമെന്നത് ഞാൻ ലോട്ടറി എടുത്തു, അതുകൊണ്ട് എനിക്ക് അടിക്കുമോ? എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് സംഭവിക്കുമോ? ഇനി 100 ആളെ കൊന്നു എന്ന് കൂട്ടുക, അതിന് അവിടെ പകരം പോയിട്ട് 100 വട്ടം അവനെ ജീവൻ കൊടുത്ത് പിന്നെയും കൊന്നു, പിന്നെയും ഇങ്ങനെ കൊന്നു കൂട്ടുക. കൊന്ന കുടുംബത്തിന് എന്ത് കിട്ടും? മരിച്ചവരൊക്കെ മരിച്ചില്ലേ? അവരെ ഭാര്യമാർ വിധവകളായില്ലേ? എത്തിയും കുട്ടികളായില്ലേ? കുട്ടികൾ അവർക്ക് എന്തെങ്കിലും കിട്ടുമോ? ഇനി മാത്രമല്ല, ഇത് ഈ മരണവും ജനനവും കണക്കാക്കിയ ആളാരാ? ഇപ്പൊ ഒരാളെ ഇയാളെ കൊല്ലാൻ അള്ളാഹു കണക്കാക്കിയാൽ എന്റെ കൈ കൊണ്ട് തന്നെ ഇയാൾ മരിക്കണ്ടേ? അയാൾക്ക് പോയിട്ട് ഇനി വേറെ രീതിയിൽ മരിക്കാൻ കഴിയുമോ? എനിക്ക് അയാളെ കൊന്നല്ലേ പറ്റൂ? അയാളെ എന്റെ വെട്ടേറ്റല്ലേ മരിക്കാൻ പറ്റൂ? ഈ 100 ആളെയും കൊല്ലുന്ന ഉത്തരവാദിയ ആരാ തീരുമാനിച്ച ആള്? ഈ പരലോകം ചർച്ച ചെയ്യുമ്പോൾ തന്നെ നോക്കൂ, ജീവജാലങ്ങളെ കഥയും നോക്കൂ. ജീവജാലങ്ങള് ഇപ്പോൾ ഒരു കൊമ്പുള്ള ആടും കൊമ്പില്ലാത്ത ആടും, മാഷറിയിൽ എല്ലാ ആടുകളും വിളിച്ചു. കൊമ്പുള്ള ആട് മറ്റേ ആടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ആടിന് കൊമ്പ് കൊടുത്തിട്ട് ഈ ആടിനെ കൊമ്പ് ഇല്ലാണ്ടാക്കും, എന്നിട്ട് കുത്തും. ഇവിടുന്ന് കൊമ്പ് കൊടുത്തോണ്ടല്ലേ പ്രശ്നം ഉണ്ടായത്? ഇതന്നെ കഥ. ഇങ്ങനെ അള്ളാഹു കലയെ കൂട്ടി അള്ളാഹിന്റെ വിധി തട്ടിമാറ്റാൻ കഴിയില്ല. അള്ളാഹുവിന്റെ വിധിയെ ഭേദഗതി വരുത്താൻ കഴിയില്ല. അവന്റെ വിധിയെ അതിജയിക്കുവാനും സാധ്യമല്ല. അത് നടന്നേ തീരൂ. ഇനി 100 വട്ടം കൊന്നു എന്നിട്ടൊരു പുനർജന്മം സംഘടിപ്പിക്കട്ടെ, ഓരോന്നോരോന്നോരോന്ന്. അങ്ങനെ ചെയ്താൽ ഞാൻ ആദ്യം ഇപ്പൊ ഇന്നാണ് കൊന്നു, പിന്നെ എന്നെ ജീവിപ്പിച്ചാൽ എൻ്റെ ആദ്യത്തെ ചിന്തകളാകുമോ രണ്ടാമത്തെ എൻ്റെ ജന്മത്തിൽ? ആ ചിന്തകളായിരിക്കുമോ? ആ ഭാവനയായിരിക്കുമോ എൻ്റേത്? അല്ല കൂട്ടരെ, അങ്ങനെ ഒരു പരലോകം ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മളിവിടെ പിന്നെ തൂക്കുകയറും അല്ലെങ്കിൽ കൊലശിക്ഷക്ക് എന്താണ് ശിക്ഷ തീരുമാനം ഉണ്ടാക്കിയത്? എന്തുകൊണ്ടാ? ഇസ്ലാമിക രാജ്യങ്ങളിലും
ശിക്ഷാ നിയമങ്ങളുണ്ട്. എന്തിനാണത്? എന്തിനാണ് ഇസ്ലാമിക രാജ്യത്ത് ഒരു അള്ളാഹു പരലോകത്ത് ചെന്നാൽ ചെയ്യുമല്ലോ, പിന്നെ എന്തിനാ അവിടെ നിന്ന് ഒരു ശിക്ഷാ നിയമം? ആ അത് പരലോകത്തുള്ളതാണ് വേറെ കഥ. അത് പോട്ടെ, അത് പൂർണ്ണമല്ലാത്തത് കൊണ്ടാണ്, അങ്ങനെ ഉണ്ടോ ഇല്ലെന്ന് തെളിവില്ലാത്തത് കൊണ്ടാണ് ഇവിടുത്തെ ശിക്ഷാ നിയമം ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ഇവിടെ ചെന്നിട്ട് ശിക്ഷ വേണോ? അവിടെ ശിക്ഷ ഉറപ്പില്ല, അതുകൊണ്ടാണ് അവിടെ ശിക്ഷ കൊടുക്കുന്നത്, ശിക്ഷാ നിയമം ഉണ്ടാക്കുന്നത്. പരലോകത്ത് ശിക്ഷ ഉണ്ട് നേരത്തെ സൗദി അറേബ്യയിൽ പിന്നെ നിയമമില്ലായിരുന്നെങ്കിൽ ഇതെല്ലായിരിക്കും അവിടുത്തെ അവസ്ഥ. ഇപ്പൊ ശിക്ഷ മാത്രമല്ല, മനുഷ്യന് മാത്രമാണോ ഈ പ്രശ്നം? ഈ എല്ലാ ഖുർആനും മനുഷ്യന്റെ സൃഷ്ടിപ്പ് മണ്ണുകൊണ്ടാണോ മറ്റും കുരങ്ങിൽ നിന്നാന്ന് ചോദിച്ചു. ഈ കാണുന്ന ജീവജാലങ്ങളെയും ഒക്കെ എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത്? അത് ചോദിക്കുന്നില്ലല്ലോ ആരും. പശുവിനെങ്ങനെ സൃഷ്ടിച്ച്, പോത്തിനെങ്ങനെ സൃഷ്ടിച്ചത്, ഇതൊന്നും ചോദ്യമല്ല. മനുഷ്യന്റെ സൃഷ്ടിപ്പാ ചോദ്യം. പോട്ടെ, ഒരു ദൈവം നോക്കപ്പെടെ 100 ആളെ കൊന്നാലുള്ള കഥ കറങ്ങി. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ. പുല്ലിന് പുൽച്ചാടി, പുൽച്ചാടിക്ക് തവള, തവളക്ക് പാമ്പ്, മാനിന് സിംഹം. ഇങ്ങനെ ഈ ആവാസ വ്യവസ്ഥയിൽ ദൈവത്തിന്റെ സംവിധാനം ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ജീവനെ കൊണ്ടാണ്. എലിക്ക് പൂച്ചന്റെ ജീവനക്ക് ആവശ്യം എലിയാണ്, മറ്റോനിക്ക് വേറെ, മാനിന് പിന്നെ സിംഹത്തിന് മാനിനെ വേണം. ഇങ്ങനെ ഒരു കാരുണ്യവാനായത്. എന്നിട്ട് ഇവിടെ 100 ശിക്ഷയും അല്ലെങ്കിൽ 100 ജന്മവും ഒന്നും ആ ചോദ്യം അവിടെ വരുന്നില്ലല്ലോ. കാരണം അള്ളാഹ് ചെയ്ത തന്നെ അങ്ങനത്തെ നിയമമാണ്. നമ്മൾ എത്ര പോത്തിനാണ് വലിയൊരുനാക്ക് അറക്കല്? ആരെങ്കിലും ചിന്തിച്ചോ? നിങ്ങൾ മനുഷ്യന്മാരെ കൊല്ലുന്ന മാറ്റനല്ലേ ഈ പോത്തിനെയും പട്ടിനെയും ഒക്കെ കൊല്ലുന്നത്? അവിടെ നിന്നെന്താ ഈ ചിന്ത വരാത്ത്? പരലോകം ഉണ്ട് എന്നുള്ള തെളിവ് ഖുർആനിൽ കുറെ പറഞ്ഞിരിക്കണ്. ആ നിയമമൊന്നും പോരാത്തോണ്ടാണ് മനുഷ്യന്റെ ബുദ്ധി കൊണ്ടൻ ഉണ്ടാക്കിയ ചോദ്യം. മറ്റൊരു ചോദ്യം, നിങ്ങളെ യുക്തിയും എൻ്റെ യുക്തിയും തമ്മിലുള്ള അന്തരം, അതാണ് യുക്തിവാദത്തിന്റെ താറാറ് എന്നാ. യുക്തിവാദത്തിന്റെ താറാറ് എന്താ? ഞാൻ ചിന്തിക്കുമ്പോഴല്ല ഇയാൾ ചിന്തിക്കുക, ഇയാൾ ചിന്തിക്കുമ്പോഴല്ല മറ്റൊരാൾ ചിന്തിക്കുക. മനുഷ്യന്റെ ചിന്താമണ്ഡലം വ്യത്യസ്തമാണ്. അത് തന്നെയാണ് യുക്തിവാദത്തിന്റെ താറാറ്. യുക്തി എന്ന് പറഞ്ഞാലേ, ഇമാം കഷാഫ് ജമഖ്ശരിയുടെ കഷാഫ് തുടങ്ങുമ്പോൾ പറയുന്നുണ്ട്, വൈൻ കുന്തു ശാഫിയ്യൻ കുന്തു ഖാലൂ ബി അന്നനി ഉബീഹു നികാഹൽ ബിൻതി വൽ ബിൻതു മഹ്റമു. നിങ്ങളെ യുക്തിയല്ല അവരുടെ യുക്തി എന്നുള്ള എനിക്ക് തെളിവ് കേട്ടോളൂ. ഷാഫി പറയാണ്, ഞാൻ ഷാഫി ആകാതിരുന്നത് എന്തുകൊണ്ടറിയോ? സ്വന്തം മോളെ കെട്ടണം എന്നാ പറയണത്, അതുകൊണ്ട് ഞാൻ ഷാഫി അല്ല. ഹനഫി പറയാണ്, വൈൻ കുന്തു ഹനഫിയൻ കുന്തു ഖാലൂ ബി അന്നനി ഉബീഹു തിലാ വഹുവൽ മുഹറമു. മദ്യം ഹലാലാക്കുന്നു ഹനഫി മദ്ഹബ്, അതുകൊണ്ട് ഞാൻ ഹനഫിയല്ല. ഞാൻ മാലിക്കിയല്ല. എന്തുകൊണ്ട്? അത് കൽബിനെ നാഴെ ഹലാലാക്കുന്നു. വഹുവൽ കിലാബ്, കിലാബ് ഹലാലാക്കുന്നു ഞാൻ. അതൊക്കെ ഒരാളുടെ യുക്തിയല്ല, അപ്പുറത്തുള്ള ഒരാളെ യുക്തി. ഷാഫിന്റെ യുക്തിയല്ല ഹനഫിൻ്റെതല്ല ഹംബലിന്റെ. ഇതാണോ യുക്തി? നമ്മൾ പറയുന്നത് നോക്കൂ. പഠിച്ച് ചേകന്നൂർ മൗലവിയുടെ അബീ ഹുറൈറ എന്നുള്ള പുസ്തകം ഇറങ്ങി. അപ്പൊ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അതിന് മറുപടിയായിട്ട് ഒരു പുസ്തകം എഴുതി. അതിൽ യുക്തിപരമായിട്ട് ചേകന്നൂർ പറഞ്ഞു, ഇസ്ലാമിലെ യുക്തി എന്ന് പറയുന്ന ഒരു തമാശയാണ്. കാരണം എന്താ വെച്ചാൽ, കീവാഴി പോയാൽ ഒതുമുറിയും, പക്ഷേ കീവാഴി പോയാൽ ഒതുടുക്കാനാ പറയണത്. ആസനല്ലേ കഴുകേണ്ടത് എന്ന് ചേകന്നൂർ ചോദിച്ചു. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് യുക്തിപൂർവ്വ മറുപടി എന്താ? അബീ ഹുറൈറയ്ക്ക് മറുപടി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതി. പള്ളിയിൽ ഈ കീവായി പോയാൽ ഒതുക്കണം എന്ന് പറഞ്ഞാൽ എന്തിനാണെന്നറിയോ? അതിനൊരു യുക്തിയുണ്ട്. പള്ളിയിലൊക്കെ ആകെ വൃത്തികേടാവും എല്ലാവരും കീവായി പോയാല്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമം വെച്ചത് എന്നാ ചേകന്നൂർ വീട്ടു ലഘുലേഖ ഇറക്കി. എന്താ ഇറക്കിയതറിയോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റുമോ? എത്ര ആൾക്കാർ ട്രെയിനിൽ, പാർലമെന്റിലൊക്കെ. ഇങ്ങനെ നോക്കൂ, ഒരാളെ യുക്തി മറ്റൊരാളുടെ യുക്തി. ഇതാണോ യുക്തിവാദം? ഞങ്ങൾ ഈ യുക്തിയല്ല പറയുന്നത്. പരീക്ഷണ നിരീക്ഷണ ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തുന്ന നിഗമനങ്ങൾക്കും യാഥാർത്ഥ്യങ്ങൾക്കുമാണ് ഞങ്ങൾ യുക്തി എന്ന് പറയുന്നത്. അത് ഇപ്പോൾ അമേരിക്കയിലെ ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാൽ ജലമാകും. ആ ജലത്തെ 100 ഡിഗ്രി തണുപ്പിച്ചാൽ അത് പിന്നെ കരയാകും, ഐസാകും. 100 ഡിഗ്രി ചൂടാക്കിയാൽ അത് വായുവിലേക്ക് ചേർന്ന് ചേരും, അത് ബാഷ്പീകരിക്കപ്പെടും എന്നത് അമേരിക്കക്കാരും ചെയ്താലും ഇന്ത്യക്കാരും ചെയ്താലും ചൈനക്കാരും ചെയ്താലും ഒരുപോലെയാണ്. ഇങ്ങനെ നിരീക്ഷണ ഗവേഷണങ്ങൾ നടത്തിയാൽ ഇതിനാണ് യുക്തി എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ പറഞ്ഞ മദ്ഹബിന്റെ ആൾക്കാരും മറ്റുള്ള ആൾക്കാരും പറയുന്നത് പോലെയല്ല. അതിന് കേവല യുക്തി എന്നാണ്. ഈ യുക്തിവാദത്തെയാണ് ഞങ്ങൾ ഗണ്ണിക്കുന്നതും.
ഉണ്ട് നോക്കൂ, മനുഷ്യന് വിവേകവും സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ലേ എന്നാ ചോദ്യം. സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടോ? മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടോ? അല്ല പറയുന്നു എന്താ വെച്ചാൽ സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല എന്നാ ഖുർആനിലുള്ളത്. സ്വാതന്ത്ര്യം കൊടുത്തു എന്നുള്ള ആയത്ത് ഏതാ ഉള്ളത്? യഖ്ലുഖു വയഖ്താറു. മനുഷ്യൻ അല്ല കൊടുത്തത് സ്വാതന്ത്ര്യത്തിന്റെ അധികാരം അള്ളാന്റെ കയ്യിലാണ്. ഇഖ്തിയാർ അള്ളാന്റെ കയ്യിലാണ്. നമുക്ക് ഖിയറത്തില്ല. ഇനി ഉണ്ട്, ഈ ചോദ്യകർത്താവ് പറഞ്ഞ പോലെ ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ കള്ള് കുടിക്കാനൊരു സ്വാതന്ത്ര്യം, കള്ള് കുടിക്കണ്ട എന്ന് പറയാനൊരു സ്വാതന്ത്ര്യം, അങ്ങനെയാണോ? അപ്പം നമുക്ക് നമ്മുടെ മുന്നിൽ പാല് കൊണ്ടുവന്ന് വെച്ചു, മദ്യവും കൊണ്ടുവന്ന് വെച്ചു. എനിക്കിഷ്ടമുള്ളത് കുടിച്ചൂടെ? സ്വാതന്ത്ര്യമാണെങ്കിൽ മദ്യം കുടിച്ചാൽ പിന്നെ എന്നെ ശിക്ഷിക്കാൻ പറ്റുമോ? എൻ്റെ സ്വാതന്ത്ര്യത്തിന് ഞാൻ ഉപയോഗിച്ചാൽ എന്നെ ശിക്ഷിക്കാൻ പാടുണ്ടോ? ഒരാളെ മുന്നിൽ മദ്യവും പാലും കൊണ്ടുവന്ന് വെക്കുന്നു, അയാളെ സ്വാതന്ത്ര്യം അനുസരിച്ച് അയാൾ ഉപയോഗിക്കുന്നു. എന്തെങ്കിലും മദ്യം ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ പാൽ ഉപയോഗിച്ചാൽ പാൽ ഉപയോഗിച്ചതിന് കൂലി, മദ്യം ഉപയോഗിച്ചതിന് ശിക്ഷ. അതിന് സ്വാതന്ത്ര്യം എന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? അതിനാണോ സ്വാതന്ത്ര്യം എന്ന് പറയാ? ഇഖ്തിയാർ എന്താണ്? വിവേകം കൊടുത്തു. എല്ലാവർക്കും ഒരേ വിവേകം അല്ല കൊടുത്തത്. ജൂതന്മാരെ വിവേകം കൊണ്ടാ കൂട്ടരെ നമ്മൾ ഇതൊക്കെ ചെയ്തു പോണത്. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതും വീഡിയോ ആക്കുന്നതൊക്കെ ആ വിവേകം നമ്മുടെ ശേഖന്മാർക്ക് കൊടുത്തിരുന്നെങ്കിലേ ഓരിങ്ങനെ വട്ടക്കെട്ടും കെട്ടി നടക്കുവോ? അപ്പൊ വിവേകം തുല്യമായി കൊടുത്തിട്ടില്ല. അല്ല ചോദിച്ച അതാണ്. ബനൂ ഇസ്രായേലിക്ക് അല്ല കൊടുത്തു, മഹത്വം കൊടുത്തു എന്നാ പറയുന്നത്. വിവേകം നമുക്കിടയിൽ തന്നെ പൂർണ്ണമല്ല. വിവേകം ഒന്നും ഇങ്ങനെ കൊടുത്തിക്കണമെങ്കിൽ തന്നെ അള്ളാഹു നീതിമാനല്ല. മതമില്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ കാട്ടാളനാവും. ഈ ഒരു ചോദ്യത്തോടു കൂടി കഴിഞ്ഞു കഥ. മതമില്ലായിരുന്നുവെങ്കിൽ ഒന്ന് ആലോചിച്ച് വെക്കുക. മനുഷ്യന്മാരൊക്കെ കാട്ടാളന്മാർ, കണ്ടവരെ കൊല്ലുക, വെട്ടുക, പിന്നെ എന്തെങ്കിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എന്തെങ്കിലും പറഞ്ഞാൽ ഓൻ്റെ വലത്തെ കൈയും ഇടത്തെ കാലും വെട്ടുക. മതം ഇല്ലെങ്കിലേ അപ്പം അതൊക്കെ വരെ. നോക്ക്, ഒരാൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് ഓൻ്റെ മേത്ത് തലല്ല. പിന്നെ എന്താ തല ഉണ്ടായിട്ട് വേണ്ടേ പറയാൻ? കക്കണമെങ്കിൽ പിന്നെ കൈ വേണ്ടേ? അപ്പോൾ അതിന് കൈ വെട്ടും. എന്തെങ്കിലും ഒന്ന് ഇസ്ലാമിനെ പറ്റിയിട്ട് യുക്തി ഉപയോഗിച്ച് ഒന്ന് ചോദിച്ചാൽ അതാ കിടക്കണ, കയ്യുമില്ല കാലുമില്ല. അപ്പോ മതമില്ലായിരുന്നു. ഇതാണോ ധാർമ്മികത? മതം പറയുന്ന ധാർമ്മികങ്ങൾ ആലോചിച്ച് നോക്ക്. ഇല്ല. മതം എന്ത് ധാർമ്മിക കൊണ്ടുവന്നു എന്നാ പറയുന്നത്? സമൂഹത്തിന്റെ നിലപാടുകളിലനുസരിച്ച് അവന്റെ ഉയർന്ന മസ്തിഷ്കത്തിനനുസരിച്ച് വളർന്നു വന്ന സാമൂഹ്യ ബോധമാണത്. അല്ലാതെ മതം എന്ത് ധാർമ്മികത കൊണ്ടുവന്നു എന്നാ പറയുന്നത്? നിങ്ങൾ ധാർമ്മികത ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് പിന്നെ അത് അവലോകനം ചെയ്യാലോ. ഞാൻ കണ്ടിട്ടില്ല മതം കൊണ്ടുവന്നൊരു ധാർമ്മികത. ഇല്ല തന്നെ. പിന്നെ ധാർമ്മികത ആപേക്ഷികമാണ് എന്നൊരാളങ്ങ് പറഞ്ഞു. അതൊരു മതത്തിന്റെ ഒരു ഡയലോഗാണ്. മതം ഈ ധാർമ്മികത ആപേക്ഷികമാണെന്ന് പറയുന്നതും മതത്തെ വെള്ളപൂശാൻ വേണ്ടി ചില ഇടതുപക്ഷ ബുദ്ധിജീവികൾ ഉപയോഗിക്കുന്നതാണ്. അതെന്താ? സതി ഉണ്ടായിരുന്നു പണ്ട്, അത് അന്നത്തെ ഒരു സംസ്കാരമാണ്. സൗദി അറേബ്യയിൽ വേറൊരു അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു, അത് അന്നത്തെ സംസ്കാരമാണ്. ഇന്ന സംസ്കാരം വേറെ സംസ്കാരമാണ്. ഇങ്ങനെ മാറി മാറി സംസ്കാരം ഉണ്ടാകുമെങ്കിൽ പിന്നെ മതത്തിന്റെ ആവശ്യമുണ്ടോ? നമ്മൾ മനുഷ്യണ്ടാക്കിക്കൊള്ളൂലേ ധാർമ്മികത? അത് മതത്തെ ന്യായീകരിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്. എല്ലാ സ്ഥലത്തും എല്ലാ ദേശത്തേക്കും മനുഷ്യന്റെ സുഖദുഃഖങ്ങൾ ഒരുപോലെയാണ്. അതുകൊണ്ട് ധാർമ്മികത ആപേക്ഷികമാണെന്ന് പറയുന്നത് വിശകലനം ചെയ്യേണ്ടതാണ്. അതും സയന്റിഫിക് തന്നെയാണ്. സയൻസിന് പിന്നെ ഇന്ത്യയിലൊരു സയൻസ്, അപ്പുറത്തൊരു സയൻസ്, ഇപ്പുറത്തൊരു സയൻസ്, അങ്ങനെ ഇല്ല. എല്ലാം ഒന്നാണ്. അതാണ് യുക്തിവാദം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് ആപേക്ഷികമല്ല. മതത്തിൽ നിന്ന് ഒരു സനാതനധർമ്മമോ നിങ്ങൾ പറയുന്ന സനാതനധർമ്മമോ ധാർമ്മികതയോ കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്നു എന്ന് നിങ്ങൾ പറയുന്നത്, ഇപ്പൊ നിങ്ങൾ നോക്കും, മിനിഞ്ഞാന്ന് കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാനിൽ ഒരു പ്രേമിച്ച് വിവാഹം കഴിച്ചതിന്റെ പേരിൽ ഒരു സ്ത്രീയെ എറിഞ്ഞു കൊല്ലുന്നു. കഴിഞ്ഞ ആഴ്ച ഇപ്പത് എന്താപ്പാ സംഭവം? ഇതൊക്കെയാണോ ധാർമ്മികത? സൗദി അറേബ്യയിൽ പോയാൽ ഷുറത്തിമാരുണ്ട്, സാധാരണ പോലീസുകാരുണ്ട്, സുറത്തിയുൻ. അതിന് പുറമെ മുത്തവ്വമാരുണ്ട്. എന്താ മുത്തവ്വമാർ ഡ്യൂട്ടി? സ്വലയുടെ സമയം കഴിഞ്ഞാൽ റൂം ഇങ്ങനെ കയറി നോക്കുക, ആരെങ്കിലും നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ കൊണ്ടുപോയി നിസ്കരിപ്പിക്കുക. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ വണ്ടി കയറ്റി കൊണ്ട് കുറേ ദൂരെ കൊണ്ടുപോയിട്ട് ഇറക്കി വിടുക. ഇങ്ങനെ അള്ളാഹുവിൻ്റെ നിയമം ഇങ്ങനെ ചാട്ടവാറിട്ടിട്ട് ഒരു പോലീസുകാരനായിട്ട് നടപ്പിലാക്കേണ്ടതാണോ ഈ മതം? അതാണോ ധാർമ്മികത? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഷുറത്തിമാർ, അവിടുത്തെ മുത്തവ്വമാര്, മുത്തവ്വമാരുടെ നിലപാടുകളോ? അപ്പം ഞാൻ ചോദിക്കണം, മതം എല്ലാ മതവും ഇതിൽ കണക്കാട്ടോ. ഇവിടെ ഇസ്ലാം മതത്തിൻ്റെ ആൾക്കാർ ചോദിച്ചുകൊണ്ട് അത് പറയുന്നത് എല്ലാ മതവും
അതതിൻ്റെ കാലഘട്ടത്തിൽ പരിണമിച്ചു. അത് അന്ന് തന്നെ തീരേണ്ട സംഗതിയാണ്. ഇന്നും അതിൻ്റെ പിന്നാലെ തൂങ്ങിപ്പിടിക്കുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ തടസ്സം. അല്ലെങ്കിൽ മതം ഇല്ലായിരുന്നുവെങ്കിൽ, നമ്മളൊരാഗ്രഹമാണ്, അങ്ങനത്തെ ഒരു നല്ല നാളെ നമ്മൾ സ്വപ്നം കാണുന്നു. മതമില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യം നിങ്ങൾ പറഞ്ഞ ഹൂർലിംഗാനികളുള്ള സ്വർഗമല്ല, മദ്യത്തിൻ്റെ പുഴ ഒഴുകുന്ന സ്വർഗമല്ല, രാജ്യത്ത് സ്നേഹവും ശാന്തിയും സമാധാനവും കളിയാടുന്ന ഒരു ലോകം വരും. അതിന് മതം ഇല്ലാണ്ടായേ പറ്റൂ. അതിന് നിങ്ങളൊക്കെ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.